بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم زينا بزينة الإيمان وجعلنا هداة مهتدين غير ضالين ولا مضلين. أما بعد. സഹോദരങ്ങളെ, അൽ-അഖീദത്തു അൽ-വാസിത്തിയയിൽ ആയത്തുൽ കുർസിയിൻ്റെ വിശദീകരണമാണ് നമ്മൾ കഴിഞ്ഞ ദർസിൽ പഠിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് റബ്ബ് അവൻ്റെ കിതാബിൽ എന്തു പറഞ്ഞോ അതാണ് നമ്മുടെ വിശ്വാസം. ഷെയ്ഖുൽ ഇസ്ലാം ഇതിനു ശേഷം അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന് അവനെക്കുറിച്ച് അവൻ പറഞ്ഞിട്ടുള്ള ധാരാളം ആയത്തുകൾ ഉദ്ധരിക്കുന്നു. നോക്കൂ, വഖൗലുഹു സുബ്ഹാനഹു വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്. അടുത്ത ഷെയ്ഖുൽ ഇസ്ലാം ഈ കിതാബിൽ ഉദ്ധരിച്ച ആയത്ത് ഇതാണ്. വതവക്കൽ, നീ തവക്കുലാക്കുക, അലൽ ഹയ്യി, അൽ ഹയ്യ് എന്നു പേരുള്ള അഥവാ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ അള്ളാഹുവിൽ. അല്ലദീ ലാ യമൂത്ത്, അല്ലദീ അതായത് ഏതൊരുവനാണോ ലാ യമൂത്തു മരിക്കാത്തവൻ, അവനിൽ നീ തവക്കുലാക്കുക. ഈ ആയത്തിൽ ആയത്തുൽ കുർസിയിൽ എന്നതുപോലെ അള്ളാഹുവിൻ്റെ അൽ ഹയ്യ് എന്ന പേര് വന്നിരിക്കുന്നു. അൽ ഹയ്യ് എന്ന അള്ളാഹുവിൻ്റെ പേരിൽ ഉള്ള അവൻ്റെ സിഫത്ത് എന്താണ്? ഹയാത്ത് എന്ന അള്ളാഹുവിൻ്റെ സിഫത്താണ്, അഥവാ അള്ളാഹു ജീവിച്ചിരിക്കുന്നവനാണ്. എന്നാൽ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ സിഫത്തുകളിൽ ദാത്തീയത്തായ അവൻ്റെ സിഫത്തുകൾ മുഴുവൻ ഹയ്യ് എന്ന പേരിൽ ഉൾക്കൊള്ളുന്നു. എന്താണ് ഈ ദാത്തീയത്തായ സിഫത്തുകൾ എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ രണ്ടായി തിരിക്കാം. ഒന്ന് സിഫാത്തുൻ ദാത്തിയ, രണ്ടാമത്തേത് സിഫാത്തുൻ ഫിഅലിയ. സിഫാത്തുൻ ദാത്തിയ എന്നാൽ അള്ളാഹുവിലുള്ള അവൻ്റെ വിശേഷണങ്ങൾ, അഥവാ അവൻ ഉദ്ദേശിക്കുമ്പോൾ ചെയ്യുകയല്ല ആ വിശേഷണങ്ങൾ, മറിച്ച് അവനിൽ എപ്പോഴും ഉള്ളതാണ് ആ വിശേഷണങ്ങൾ. ഉദാഹരണത്തിന് അതിലൊന്നാണ് ഹയാത്ത് എന്ന അള്ളാഹുവിൻ്റെ വിശേഷണം. അവനെന്നും ഹയ്യാണ്, അവനെന്നും ഹയ്യാണ്. അതുപോലെ അള്ളാഹു ഖവിയാണ്, അവൻ ഏറ്റവും ശക്തനാണ്. ഖുവ്വത്ത് എന്നത് എപ്പോഴും അവനിലുള്ള വിശേഷണമാണ്. അള്ളാഹു ഖദീറാണ്, അവൻ ഏത് കാര്യത്തിനും കഴിവുള്ളവനാണ്. ഖുദ്റത്ത് അവൻ്റെ ദാത്തിലുള്ള അവൻ്റെ വിശേഷണമാണ്. ഇങ്ങനെയുള്ള വിശേഷണങ്ങൾക്കാണ് സിഫാത്തുൻ ദാത്തിയ എന്ന് പറയുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല എന്നും ഈ വിശേഷണങ്ങളുള്ളവനാണ്. എന്നാൽ സിഫാത്തുൻ ഫിഅലിയ എന്ന് പറഞ്ഞാൽ അവൻ ഉദ്ദേശിക്കുമ്പോൾ അവൻ ചെയ്യുന്ന അവൻ്റെ കാര്യങ്ങൾ, അവൻ്റെ പ്രവർത്തനങ്ങൾ, ആ വിശേഷങ്ങളെയാണ് സിഫാത്തുൻ ഫിഅലിയ എന്ന് പറയുക. അത് അവൻ്റെ മശീഅത്തുമായി അഥവാ അള്ളാഹുവിൻ്റെ ഉദ്ദേശവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഉദാഹരണത്തിന് അൽ ഖൽഖ്, അള്ളാഹു സൃഷ്ടിക്കുന്നവനാണ്. അവൻ ഉദ്ദേശിക്കുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കും. അവൻ റസ്സാഖാണ്, റിസ്ഖ് നൽകുന്നവനാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഉദ്ദേശിക്കുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്നത് അവൻ റിസ്ഖായി നൽകും. അവൻ്റെ മശീഅത്തുമായി അവൻ്റെ ഉദ്ദേശവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിശേഷണങ്ങളാണ് സിഫാത്തുൻ ഫഅലിയ എന്നറിയപ്പെടുന്നത്. അപ്പോൾ നോക്കൂ, ഇങ്ങനെ രണ്ടായി തിരിച്ചാൽ അൽ ഹയ്യ്, അള്ളാഹു ജീവിച്ചിരിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ദാത്തിലുള്ള എല്ലാ വിശേഷണങ്ങളും ഉൾപ്പെടെ ജീവിച്ചിരിക്കുന്നവനാണവൻ. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നു. അവൻ്റെ ദാത്തിലുള്ള വിശേഷണങ്ങളോടെ അവന് വജ്ഹുണ്ട്, അവന് മുഖമുണ്ട്, അവന് കണ്ണുകളുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് ഇരു കൈകളുണ്ട്, അവർ യോജിച്ച രൂപത്തിൽ. ഇതെല്ലാം അവൻ്റെ ദാത്തീയത്തായ അവൻ്റെ സിഫത്തുകളാണ്. കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് എല്ലാത്തിനും കഴിവുള്ളവനായ നിലക്ക് അവൻ മുമ്പേ ഉള്ളവനാണ്.
എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അല്ല എങ്കിൽ നോക്കൂ, ഹയാത്ത് എന്തല്ല, പൂർണ്ണമല്ല. ഈ വിശേഷണങ്ങളില്ലാത്ത പടപ്പുകളെ നോക്കൂ, അവരുടെ ജീവിതം പൂർണ്ണമാണോ? അല്ല. ഒരാൾക്ക് കണ്ണ് കാണുകയില്ല, കാഴ്ചയുള്ള ഒരാളുടെ ജീവിതമാണോ അയാളുടെ ജീവിതം? അല്ല, അതിൽ അപൂർണതയുണ്ട്. ഒരാൾക്ക് കേൾക്കുകയില്ല, പടപ്പുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. കേൾക്കുകയില്ല, കേൾവി ശക്തിയുള്ള ഒരാളുടെ ജീവിതമാണോ അയാളുടെ ജീവിതം? അല്ല, അതിൽ അപൂർണതയുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ഹയാത്ത് പരിപൂർണമാണ്. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ലം യസ്ബിഖ്ഹ അദമുൻ വലാ യൽഹഖുഹ ഫനാഉൻ. അള്ളാഹുവിൻ്റെ ഹയാത്ത് എന്നാൽ, അവൻ്റെ ജീവിതം എന്നാൽ എങ്ങനെയാണ്? ലം യസ്ബിഖ്ഹ അദമുൻ, ഒരിക്കലും ഇല്ലായ്മ എന്നത് അവനുണ്ടായിട്ടില്ല, അവനില്ലാത്ത ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. എന്നാൽ നമ്മുടെ ഹയാത്തോ, നമ്മളില്ലാത്ത കാലമുണ്ടായിരുന്നു. അള്ളാഹു പറഞ്ഞതുപോലെ, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറ. ഹൽ അതാ അലൽ ഇൻസാൻ, മനുഷ്യന് കടന്നുപോയിട്ടില്ലേ, ഹീനുൻ മിനദ് ദഹർ, ദഹറിൽ നിന്ന്, കാലത്തിൽ നിന്ന് ഒരു സമയം, ലം യകുൻ, അവൻ ആയിരുന്നില്ല, ശൈഅൻ മദ്കൂറ, പ്രസ്താവ്യമായ പറയാവുന്ന ഒരു വസ്തുവേ ആയിരുന്നില്ല അവൻ, അഥവാ പറയാൻ മാത്രം അവനൊന്നും ഉണ്ടായിരുന്നില്ല, മദ്കൂറായ ഒരു ഷെയ്യുമായിരുന്നില്ല അവൻ. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് അവൻ ഇങ്ങനെ ഒരു അദം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതുപോലെ വല യൽഹഖുഹ ഫന, ഒരു ഇല്ലായ്മ, ഫന എന്ന് പറഞ്ഞാൽ നാശം, ഉള്ളത് നശിച്ചു പോവുക എന്നതൊരിക്കലും അവൻ്റെ ഹയാത്തിനെ ബാധിക്കുകയുമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം, പടപ്പുകളുടെ ഹയാത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് ബാധിക്കും. അള്ളാഹു പറഞ്ഞു, ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ ثم إنكم يوم القيامة عند ربكم تختصمون. നബിയെ, അങ്ങ് മരിക്കും, ഇന്നഹും മയ്യിതൂൻ, അവരും മരിക്കും, പിന്നീട് നിങ്ങൾ നിങ്ങളുടെ റബ്ബിൻ്റെ അരികിൽ പരസ്പരം തർക്കിച്ചു കൊണ്ടുവരും. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു, അഫ ഇം മിത്ത ഫഹുമുൽ ഖാലിദൂൻ. നബിയെ, അങ്ങ് മരിക്കുകയും എന്നിട്ട് അവർ ശാശ്വതരായി ഇവിടെ ജീവിക്കുകയുമോ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായെങ്കിൽ എല്ലാവരും മരിക്കുന്നതാണ്, യാതൊരു സംശയവുമില്ല. അതുപോലെ പരിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലിക്കൽ ഖുൽദ് അഫഇൻ മിത്ത ഫഹുമുൽ ഖാലിദൂൻ. വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലിക്കൽ ഖുൽദ്. നബിയെ, താങ്കൾക്ക് മുൻപ് ഒരു മനുഷ്യനും നാം ശാശ്വത ജീവിതം നൽകിയിട്ടില്ല. ഒരാൾക്കും ശാശ്വത ജീവിതമില്ല, എല്ലാവരും മരണപ്പെടുന്നതാണ്. അള്ളാഹു പറഞ്ഞു, കുല്ലു മൻ അലൈഹ ഫാൻ, ഭൂമി പുറത്തുള്ളതെല്ലാം മരിക്കും, അള്ളാഹുവിൻ്റെ പടപ്പുകളെല്ലാം മരിക്കും. എന്നാൽ അള്ളാഹുവിൻ്റെ ഹയാത്ത് എന്നാൽ അത് മൗത്ത് ബാധിക്കാത്ത ഹയാത്താണ്. അതുകൊണ്ടാണ് ഈ ആയത്തിൽ പ്രത്യേകം എന്തു പറഞ്ഞത്, വതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂത്ത് എന്നു മാത്രമല്ല, അള്ളാഹു ശാശ്വത ജീവിതം നൽകുന്ന ആളുകളുണ്ട് പിൽക്കാലത്ത്. അതായത് സ്വർഗവും അതിലെ ആളുകളും ശാശ്വതരാണ്, നരകം ശാശ്വതമാണ്. എന്നാൽ ആ ഹുലൂദ്, ആ ശാശ്വതത്വം അള്ളാഹു നൽകിയതുകൊണ്ടാണ്, അതല്ലാതെ അവക്ക് സ്വയം അതവയുടെ വിശേഷണങ്ങളായതുകൊണ്ടല്ല, മറിച്ച് അള്ളാഹു നൽകിയ ഹുലൂദാണ്. അതുകൊണ്ട് തന്നെ നോക്കൂ, ഒരൊറ്റ നിമിഷം കൊണ്ട് അല്ലെങ്കിൽ അതിനേക്കാൾ താഴെ ഒരു സമയം കൊണ്ട് സ്വർഗത്തെയും നരകത്തെയും അതിലുള്ളവരെയും എല്ലാം അള്ളാഹു നശിപ്പിക്കാൻ അവൻ തീരുമാനിച്ചിരുന്നെങ്കിൽ യാതൊരു തടസ്സവും അതിനുണ്ടാകുമായിരുന്നില്ല, അതിന് നശിക്കാൻ യാതൊരു തടസ്സവുമില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ ഹയാത്ത് അങ്ങനെയാണോ? അല്ല. അള്ളാഹുവിൻ്റെ ദാത്ത്, അവനിലുള്ള അവൻ്റെ വിശേഷണമാണ് ഈ ഹയാത്ത്. അത് പരിപൂർണമായ ഹയാത്താണ്. ഒരിക്കലും അവനില്ല എന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. ഇതാണ് ബാക്കിയുള്ളവരുടെ ഹയാത്തും അള്ളാഹുവിൻ്റെ ഹയാത്തും തമ്മിലുള്ള വ്യത്യാസം. മാത്രമല്ല, ഹയാത്ത് ഉണ്ടായിരിക്കാൻ തന്നെ നമ്മുടെ ജീവിതം പല രൂപത്തിൽ ന്യൂനതകൾ നിറഞ്ഞതാണ്. ഉറങ്ങുന്നുണ്ട് നമ്മൾ, ക്ഷീണം ബാധിക്കുന്നുണ്ട്, പ്രയാസങ്ങൾ, മാനസിക പ്രയാസം പോലും നമ്മുടെ ശരിയായ ഹയാത്തിനെ ബാധിക്കും. ഒരാൾ സങ്കടപ്പെട്ടുള്ള ആളുടെ ജീവിതം, അയാളുടെ പല ജോലികളും മുടങ്ങിയിട്ടുള്ള അവസ്ഥയായിരിക്കും. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അതുകൊണ്ടാണ് പറഞ്ഞത്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ യാ ഹയ്യു യാ ഖയ്യൂം എന്നീ രണ്ട് പേരുകൾ വിളിച്ചതിനു പിന്നിലെ ഹിക്മത്ത് ഇതാണ്, അതിൻ്റെ പിന്നിലെ യുക്തി ഇതാണ് എന്ന്.
അള്ളാഹു ആലം. കാരണം സങ്കടവും ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുമായിരുന്നു യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് പ്രയാസമുണ്ടായാൽ അവൻ്റെ ജീവിതം അതിന് കുറവ് സംഭവിച്ചു, അവൻ്റെ ഹയാത്ത് യഥാർത്ഥ ഹയാത്ത് അല്ലാതായി. എന്നാൽ അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ഹയാത്ത് പരിപൂർണമാണ്. അവൻ്റെ ഖയ്യൂമിയ, അവൻ്റെ നിയന്ത്രണം, അവൻ്റെ നിലനിൽപ്പ് പരിപൂർണമാണ്. അവൻ ഖായിമുൻ ബിനഫ്സിഹി മുഖീമുൻ ലിഗൈരിഹി. ഖയ്യൂം എന്ന് പറഞ്ഞാൽ അതാണ്, അവൻ സ്വയം നിലനിൽക്കുന്നവനും ബാക്കിയുള്ളവയെ നിലനിർത്തുന്നവനുമാണ്. അതുകൊണ്ട് പ്രയാസമുണ്ടാകുമ്പോൾ അള്ളാഹുവിൻ്റെ ഈ രണ്ട് വിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്ന അള്ളാഹുവിൻ്റെ പേരുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കും, യാ ഹയ്യു യാ ഖയ്യൂം. ഈ ആയത്തിൽ നോക്കൂ, അള്ളാഹു ഹയ്യിൽ തവക്കുലാക്കാൻ പറഞ്ഞു. വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, വതവക്കൽ അലല്ലാഹ് എന്ന് ഖുർആനിലുണ്ട്. എന്നാൽ ഇവിടെ അൽ ഹയ്യ് എന്ന അള്ളാഹുവിൻ്റെ പേര് പ്രത്യേകമായി അവൻ എടുത്തു പറഞ്ഞു. വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാത്തവനായ ഹയ്യായ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ അള്ളാഹുവിൽ നീ ഭരമേൽപ്പിക്കുക. എന്താണ് തവക്കുൽ എന്ന് പറഞ്ഞാൽ? ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞാൽ ഒരാൾ തന്നെ കൊണ്ട് സാധിക്കാവുന്ന സബബുകൾ, തന്നെ കൊണ്ട് ഒരു ജോലി നടക്കാൻ വേണ്ട കാരണങ്ങൾ പ്രവർത്തിക്കുകയും എന്നിട്ട് അള്ളാഹുവിൽ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക. ഇതാണ് തവക്കുൽ എന്ന് പറഞ്ഞാൽ. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഇൽത്തറാബുൻ ബില സുക്കൂൻ വ സുക്കൂനുൻ ബില ഇൽത്തറാബ്, അതാണ് തവക്കുൽ. അതായത് നീ പണിയെടുക്കുക, നീ മടിച്ചിരിക്കരുത്, എന്നാൽ നിൻ്റെ കൽബ് ഒരിക്കലും നീ ചെയ്ത ജോലിയിലോ കച്ചവടത്തിലോ നീ പ്രവർത്തിച്ച കാരണങ്ങളിലോ കുടുങ്ങിക്കിടക്കരുത്. അത് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് സമാധാനമടയുക. അതാണ് യഥാർത്ഥ തവക്കുൽ എന്ന് പറയുന്നത്. തവക്കുൽ ഇബാദത്താണ്, ശ്രേഷ്ഠമായ ഇബാദത്താണ്. തവക്കുലില്ലാതെ നോക്കൂ, ദീൻ തന്നെ ഇല്ല, ഒരാളുടെ ഈമാനില്ല, ഇസ്ലാമുമില്ല തവക്കുലില്ല എങ്കിൽ. അതുകൊണ്ടാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് വഅലല്ലാഹി ഫതവക്കലു ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണോ അള്ളാഹുൽ തവക്കുലാക്കുക. മറ്റൊരായത്തിൽ കാണാം നിങ്ങൾ അള്ളാഹുൽ തവക്കുലാക്കുക ഇൻ കുൻതും മുസ്ലിമീൻ, മുസ്ലിമീങ്ങളാണെങ്കിൽ. അപ്പോൾ നോക്കൂ, തവക്കുലില്ലാതെ എന്തില്ല, ഇസ്ലാമോ ഈമാനോ ഇല്ല. തവക്കുലിൻ്റെ കാര്യം അത്ഭുതകരമാണ്. വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹ്, ആരെങ്കിലും അള്ളാഹുൽ തവക്കുലാക്കിയാൽ അവന് അള്ളാഹു മതി. ഇവിടെ നോക്കൂ, എന്നെന്നും ജീവിച്ചിരിക്കുന്ന റബ്ബിൽ തവക്കുലാക്കുക. എങ്ങനെയാണ് ഇത് മനസ്സിലാക്കിയ ഒരാൾക്ക് എന്നെന്നും ജീവിച്ചിരിക്കാത്ത താൽക്കാലിക ജീവിതം മാത്രമുള്ള പടപ്പുകളിൽ തവക്കുലാക്കാൻ കഴിയുക? എത്ര ബുദ്ധിമോശമാണത്! അതിനേക്കാൾ ബുദ്ധിമോശമാണ് ഇപ്പോൾ തന്നെ മരിച്ചിട്ടുള്ളവരിൽ തവക്കുലാക്കുക. ജീവനേ ഇല്ല, അങ്ങനെയുള്ളവരിലാണ് തവക്കുലാക്കുന്നത്. എന്നോ മരിച്ചുപോയവരിൽ തവക്കുലാക്കുന്നു. പല മുസ്ലിയാക്കന്മാരും പരസ്യമായി പറയാറുണ്ട്, ഞാൻ എൻ്റെ കാര്യം മൊഹീദ്ദീൻ ഷേഖിനെ ഏൽപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ശരിയായ ഇബാദത്താണ് ഈ പറഞ്ഞത്. ഞാൻ എൻ്റെ കാര്യം എന്ന വലിയനെ ഏൽപ്പിച്ചിട്ടാണ് ഈ വന്നിട്ടുള്ളത്. തവക്കുൽ, അള്ളാഹു അല്ലാത്തവരിൽ തവക്കുലാക്കുന്ന ഒരുപാട് രൂപങ്ങൾ ആളുകൾ നമുക്ക് കാണാം. ചില നാടുകളിൽ കടപൂട്ടിയാൽ, കടയടച്ചാൽ പതിറ്റാണ്ടുകളായി, 1-2 കൊല്ലമല്ല, എത്രയോ വർഷമായി കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരുണ്ട്. എങ്ങനെയാണ് അവരുടെ കച്ചവടം? ഒരാളുടെ കടയാണ്, അയാൾ കടയടച്ചാൽ അതിൻ്റെ താക്കോൽ, തൻ്റെ കടയുടെ താക്കോൽ തൊട്ടടുത്തുള്ള ദർഗയിൽ അവിടെ ഏൽപ്പിച്ചിട്ടാണ് വീട്ടിലേക്ക് പോകുള്ളൂ. രാവിലെ അവിടെ നിന്ന് എടുത്തിട്ടേ തുറക്കുള്ളൂ. കാരണം ഇയാൾ ഏൽപ്പിച്ചിരിക്കുന്നത് ആരെയാണ്? ആ ഖബറിൽ കിടക്കുന്ന ആളെയാണ്. ഇയാൾ തൻ്റെ കട ഏൽപ്പിച്ചിട്ടുള്ളത് ഖബറിൽ കിടക്കുന്ന മനുഷ്യനെയാണ്. അള്ളാഹുവിനെ നൽകേണ്ട തവക്കുൽ, അവനിൽ ഭരമേൽപ്പിക്കേണ്ട തവക്കുൽ ഖബറാളുകളിൽ ഏൽപ്പിക്കുക എന്ന ഷിർക്കാണിത്. അള്ളാഹുവിനാണ് നീ ഭരമേൽപ്പിക്കേണ്ടത്, അള്ളാഹു അല്ലാത്തവരിൽ ഭരമേൽപ്പിച്ചുകൂടാ. തവക്കുൽ നിൻ്റെ റബ്ബിലായിരിക്കണം. കാരണം അവനാണ് ഹൈ, അവനാണ് ഒരിക്കലും മരിക്കാത്തവൻ. അതൊക്കെ അള്ളാഹുവിൻ്റെ ഈ പേരും അതിലടങ്ങിയിരിക്കുന്ന അള്ളാഹുവിൻ്റെ സിഫത്തും ആണ് നമ്മൾ മനസ്സിലാക്കിയത്. വതവക്കൽ അലൽ ഹയ്യി ലദീ ലാ യമൂത്ത്, ഈ പേര് നേരത്തെ പഠിച്ചതുപോലെ ആയത്തുൽ കുർസിയിൽ വന്നിട്ടുണ്ട്. ഇത് നോക്കൂ, ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാഹ് ഈ കിതാബിൽ അടുത്തതായി ഉദ്ധരിക്കുന്നു, വഖൗലുഹു സുബ്ഹാനഹു ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിൻ വഹുവ ബികുല്ലി ഷൈഇൻ അലീം. ഹുവ, അല്ലാഹു അവനാണ്, അൽ അവ്വലു വൽ ആഖിർ,
വല്ലാഹിറു വൽ ബാത്തിൻ വഹുവ ബികുല്ലി ഷൈഇൻ അലീം. ഈ ആയത്തിൽ അള്ളാഹുവിൻ്റെ ഈ ആയത്തിൽ ഇവിടെ ഉദ്ധരിച്ച ഈ ഭാഗത്ത് അള്ളാഹുവിൻ്റെ 5 പേരുകൾ വന്നിരിക്കുന്നു. അൽ അവൽ, അൽ ആഖിർ, അല്ലാഹിർ, അൽ ബാത്തിൻ, അതുപോലെ അൽ അലീം. 5 പേരുകൾ നോക്കൂ. അൽ അവൽ, അൽ ആഖിർ, അല്ലാഹിർ, അൽ ബാത്തിൻ. ഈ പേരുകൾ നോക്കൂ, ഒരുമിച്ചാണ് വന്നിട്ടുള്ളത്. ചില പേരുകൾ അങ്ങനെയാണ്, അത് ഒരുമിച്ചാണ് പറയപ്പെടാറുള്ളത്. ഒരുമിച്ചാണത് പറയപ്പെടാറുള്ളത്. അതിലൊന്നാണിത്. ഹുവൽ അവ്വലു വൽ ആഖിറു അല്ലാഹിറു വൽ ബാത്തിൻ. അതുപോലെ അൽ ഖാബിദു അൽ ബാസിത്ത്. അൽ ഖാബിദ് അൽ ബാസിത്ത് അള്ളാഹുവിൻ്റെ പേരുകൾ. അൽ ഖാബിദ് അവൻ പിടിച്ചു വെക്കുന്നവനാണ്. അൽ ബാസിത്ത് അവൻ വിട്ടുതരുന്നവനാണ്. അവൻ നീട്ടി നൽകുന്നവനാണ്. അവൻ പിടിച്ചു വെക്കുന്നവനാണ്. അൽ ഖാബിദ് അൽ ബാസിത്ത്. അതുപോലെ നോക്കൂ, അൽ അവ്വൽ, അൽ ആഖിർ, അല്ലാഹിർ, അൽ ബാത്തിൻ. എന്നാൽ അൽ അവ്വൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു ആദ്യമേ ഉള്ളവനാണ്. അള്ളാഹു ആദ്യമേ ഉള്ളവനാണ്. ഇതാണ് അള്ളാഹുവിൻ്റെ ഔവലിയത്തിനെ, അവൻ മുമ്പേ ഉള്ളവനാണ് എന്ന് സൂചിപ്പിക്കാൻ പറയേണ്ട പേര് അൽ അവ്വലാണ്. എന്നാൽ ചില ആളുകൾ അള്ളാഹുവിനെ വിശേഷിപ്പിക്കാറുണ്ട് അൽ ഖദീം എന്ന് പറയാറുണ്ട്. പക്ഷെ അത് അള്ളാഹുവിൻ്റെ പേരായ ഖുർആനിലോ സുന്നത്തിലോ വന്നിട്ടില്ല. ഖുർആനിലോ സുന്നത്തിലോ എന്ത് വന്നിട്ടില്ല? അൽ ഖദീം എന്ന അള്ളാഹുവിൻ്റെ പേര്, അങ്ങനെ ഒരു പേര് വന്നിട്ടില്ല. പക്ഷേ ഈ പേര് പല ആളുകളും പറയാറുണ്ട്, ഇങ്ങനെ പേരായി പറയാറുണ്ട്, ഖദീം എന്ന്. യഥാർത്ഥത്തിൽ അള്ളാഹുവിന് ഖദീം എന്ന പേര് ഇല്ല. ഖദീമിനേക്കാൾ നോക്കൂ, ഏറ്റവും പരിപൂർണമായ അർത്ഥം അള്ളാഹു മുമ്പേ ഉള്ളവനാണെന്ന് സൂചിപ്പിക്കുന്ന പേരേതാണ്? അൽ അവ്വൽ. എന്തുകൊണ്ടാണത്? കാരണം ഖദീമിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പഴയത് എന്നാണ്. ഖദീം ജദീദിൻ്റെ വിപരീതം. ഖദീം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ മുമ്പേ ഉള്ളത് ഉണ്ടായേക്കാം. പഴയതെന്ന് പറഞ്ഞാൽ അതിന് ആദ്യത്തേതെന്ന് അർത്ഥം നിർബന്ധമില്ലല്ലോ. പഴയതെന്ന് അതിനർത്ഥമുള്ളൂ. എന്നാൽ അവ്വലിന് അതിനേക്കാൾ മുമ്പ് എന്ന മറ്റൊന്നിന് വരാനില്ല. അൽ അവ്വൽ ആദ്യമേ ഉള്ളവനാണ്. ഖദീം എന്നാൽ മുമ്പേ ഉള്ളവൻ, നേരത്തെ പണ്ടേ ഉള്ളവൻ എന്നേ അതിനർത്ഥം പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പം അതിനേക്കാൾ മുൻപ് ഉണ്ടാകാം എന്ന് മാത്രമല്ല, ഖുർആനിലും സുന്നത്തിലും അള്ളാഹുവിന് അൽ ഖദീം എന്ന് പേരായി വന്നിട്ടില്ല. ശരിയാണ്, അള്ളാഹുവിൻ്റെ സുൽത്താൻ, അവൻ്റെ അധികാരം, അതിനെ ഖദീം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഹദീസിൽ വന്നിട്ടുണ്ട്. മസ്ജിദിൽ കയറുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആകളിൽ ഒന്നാണ് അഊദു ബില്ലാഹിൽ അലീം വബി വജ്ഹിഹിൽ കരീം വ സുൽത്താനിഹിൽ ഖദീം മിനശ് ശൈത്താനിർ റജീം. അങ്ങനെ വന്നിട്ടുണ്ട്. അഊദു ബില്ലാഹിൽ അലീം, ഏറ്റവും മഹത്വമുള്ളവനായ അള്ളാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു. ബിവജ്ഹിഹിൽ കരീം, അവൻ്റെ ശ്രേഷ്ഠമായ മുഖം മുഖേന ഞാൻ അവനോട് കാവൽ തേടുന്നു. വസുൽത്താനിഹി അൽ ഖദീം, അവൻ്റെ മുമ്പേ ഉള്ള അവൻ്റെ സുൽത്താൻ മുഖേന, അവൻ്റെ അധികാരം മുഖേന ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടുന്നു. മിനശ് ശൈത്താനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന്. ഇവിടെ ഖദീം എന്ന് വിശേഷിപ്പിച്ചത് അള്ളാഹുവിൻ്റെ സുൽത്താനിനെയാണ്. അവൻ്റെ അധികാരം അത് പണ്ടേയുള്ള അധികാരമാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ പേരായി എന്ത് വന്നിട്ടില്ല? അൽ ഖദീം എന്ന് ഖുർആനിലോ സുന്നത്തിലോ വന്നിട്ടില്ല. വന്നത് ഇതാണ്, ആ അർത്ഥം സൂചിപ്പിക്കാൻ ഏറ്റവും നല്ലത് ഇതാണ്. എന്നാൽ നോക്കുക, നമ്മുടെ നാട്ടിലൊക്കെ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ പഠിപ്പിക്കാൻ അശ്അരി മദ്ഹബുകാർ ഒരു ബൈത്ത് വല്ലാറുണ്ട്. അതിന് തുടക്കം തന്നെ ഇങ്ങനെ, അള്ളാഹു മൗജൂദുൻ ഖദീമുൻ, അള്ളാഹു മൗജൂദുൻ ഖദീമുൻ എന്നാണ്. അള്ളാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി എന്നവർ ഒരു കവിതയായി ചൊല്ലാറുണ്ട്. തുടക്കത്തിൽ തന്നെ പറയുന്നത് അള്ളാഹു മൗജൂദുൻ, മൗജൂദ്, അള്ളാഹു ഉള്ളവനാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിന് മൗജൂദ് എന്നൊരു പേരില്ല. ശരിയാണ്, അള്ളാഹു ഉള്ളവനാണ്, സംശയമില്ല. പക്ഷെ അവനൊരു പേരില്ല. കാരണം അള്ളാഹുവിൻ്റെ പേരുകളെല്ലാം അതിമഹത്തരമായ അവൻ്റെ വിശേഷണങ്ങൾ കൂടി ഉൾക്കൊള്ളുന്ന പേരുകൾ, പൂർണ്ണതയുടെ വിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്ന പേരുകളാണ്. മൗജൂദ് എന്നത് ഒരു പൂർണ്ണതയുടെ സിഫത്ത് അതിൽ വരുന്നില്ല. ഉണ്ട്, ഉള്ളവനാണ്, ശരിയാണ്. അതിൽ എന്തില്ല? ഒരു പൂർണ്ണത വരാനില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ പേരുകളെല്ലാം ഏറ്റവും ഭംഗിയുള്ളതും പരിപൂർണമായ സിഫത്തുകൾ ഉൾക്കൊള്ളുന്നതും ആ പറഞ്ഞ സിഫത്ത് അവൻ ഉള്ളതുമാണ്. അവൻ വിളിച്ച പേരുകളുമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ പേരുകൾ നമ്മൾ എന്തു പറയുന്നത്? അൽ അസ്മാഉ അൽ ഹുസ്ന, ഏറ്റവും നല്ല പേരുകളാണ്. അൽ ഹുസ്ന എന്ന ഏറ്റവും നല്ല പേരുകൾ. എന്താണ് ആ ഹുസ്നിൽ വരുന്നത്? ഒന്ന്, ആ പേരുകൾ ഏറ്റവും ഭംഗിയുള്ളതാണ്.
ആ പേരുകളിൽ സിഫത്തുകൾ അടങ്ങിയിട്ടുണ്ട്, വിശേഷണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ആ വിശേഷണങ്ങൾ ഉള്ളവനാണ് അള്ളാഹു. പടപ്പുകളെ പോലെയല്ല. പടപ്പുകളിൽ ചിലപ്പോൾ നല്ല വിശേഷണങ്ങൾ ഉണ്ടാവും, പക്ഷെ ആ പറഞ്ഞ വിശേഷണം അയാൾക്കുണ്ടാവണമെന്നില്ല. പേരിൻ്റെ അർത്ഥം വളരെ ഉഷാറായിരിക്കും, പക്ഷേ ആ പേരിൻ്റെ അർത്ഥവും ആ ആളുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ചിലപ്പോൾ ചില ആളുകളുടെ നല്ല മനുഷ്യരായിരിക്കും, പക്ഷെ ആളുടെ പേര് മോശമായിരിക്കും. വിവരമില്ലാത്ത ആളുകൾ ഇട്ടുകൊടുത്ത പേരായതുകൊണ്ട് പേര് മോശം, ആൾ വളരെ നല്ലതായിരിക്കും. അള്ളാഹുവിൻ്റെ പേരുകൾ അങ്ങനെ ഉണ്ടാകുമോ? മോശമായ പേരുണ്ടാകുമോ? ഇല്ല. എല്ലാം ഏറ്റവും നല്ല പേരുകളാണ്, വിശേഷണങ്ങളുള്ളതാണ്. അതെല്ലാം അവനുണ്ട്. അതോടൊപ്പം ആ പേരുകൾ അള്ളാഹുവിനെ ആരാണ് വിളിച്ചത്? അവനാണ് അവനെ ആ പേര് വിളിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ ദുഃഖം മാറാനുള്ള ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആയിൽ എന്ത് പറയുന്നത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക് സമ്മൈത ബിഹി നഫ്സക്. അള്ളാഹുവേ, നിൻ്റെ എല്ലാ പേരുകൾ മുഖേനയും ഞാൻ നിന്നോട് ചോദിക്കുന്നു, നീ നിന്നെ വിളിച്ച പേരുകൾ. മനസ്സിലായില്ലേ? എന്നാൽ മുശ്രിക്കുകളുടെ സ്ഥിതി എന്താണ്? അവരുടെ ഇലാഹുകൾക്ക് പേരിട്ടത് ആരാണ്? അവനാണ്. അതുകൊണ്ടാണ് അള്ളാഹു എന്ത് പറഞ്ഞത്? ഇൻ ഹിയ ഇല്ല അസ്മാഉൻ സമ്മൈതുമുഹാ അൻതും വആബാഉകും മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ. അതെല്ലാം നിങ്ങളും നിങ്ങളുടെ പൂർവ്വപിതാക്കളും വിളിച്ച പേരുകൾ മാത്രമാണ്. അള്ളാഹു അതിൽ യാതൊരു തെളിവും അവതരിപ്പിച്ചിട്ടില്ല. അവരുടെ പൂർവ്വപിതാക്കൾ വിളിച്ച പേരുകളാണ്. അതുകൊണ്ടാണ് നോക്കൂ, രണ്ട് കല്ലുകൾ, ഒന്നവൻ ചവിട്ട് നടക്കുന്നു, ഒന്നിന് അവൻ ആരാധിക്കുന്നു. ഈ രണ്ട് കല്ലിനെ വേർതിരിച്ചത് എന്താണ്? ഒന്നിനവൻ അവനൊരു ഇലാഹിൻ്റെ പേരിട്ട് കൊടുത്തിരിക്കുന്നു, ഒന്നിനവൻ അവൻ്റെ ഒരു ഇലാഹ് എന്ന നിലക്കൊരു പേരവൻ വിളിച്ചിരിക്കുന്നു. ഇതാണ് രണ്ട് കല്ലുകൾ, ഈ രണ്ട് കല്ലുകൾ തമ്മിലുള്ള വ്യത്യാസമെന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ റബ്ബിൻ്റെ പേരുകൾ മറ്റാരും അവനെ വിളിച്ചതല്ല, മറിച്ച് അവൻ്റെ പേരുകൾ അവനാണ് അവനെ വിളിച്ചിട്ടുള്ളത്. സമ്മൈത ബിഹി നഫ്സക്. ആ പേരുകൾ ഉള്ളവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. മാത്രമല്ല അവൻ്റെ പേരുകൾ തൗഖീഫിയാണ്. അവൻ്റെ പേരുകളെ കുറിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പാഠമാണ്, ഇത് മറക്കരുത്. അവൻ്റെ പേരുകൾ, ഞാൻ നേരത്തെ പറഞ്ഞു, അവൻ്റെ പേരുകൾ ഏറ്റവും നല്ലതാണ്, മനോഹരമാണ്, അതിൽ വിശേഷണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ആ വിശേഷണങ്ങൾ ഉള്ളവനാണവൻ. അത് സൃഷ്ടികൾ വിളിച്ച പേരല്ല, അവൻ വിളിച്ച പേരാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പാഠം എന്താണ്? അവൻ്റെ പേരുകൾ മുഴുവൻ തൗഖീഫിയാണ്. എന്താണ് തൗഖീഫി എന്ന് പറഞ്ഞാൽ? ഒരു സൃഷ്ടിക്കും ഗവേഷണം നടത്തി കണ്ടുപിടിക്കാൻ സാധ്യമല്ല. അള്ളാഹു പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വിശ്വസിച്ചുള്ള. മനസ്സിലായില്ലേ? ഖുർആനിലും സുന്നത്തിലും വന്ന ഒരു പേരല്ലാതെ റബ്ബിനെ ഇന്നൊരു പേരുണ്ട് എന്ന് പറയാൻ നമുക്ക് പാടില്ല. നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. ആ പേരിൻ്റെ അർത്ഥം നമ്മൾ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക ഇതാണ് അള്ളാഹുവിൻ്റെ പേര്, നമ്മൾ വിശ്വസിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം നമ്മൾ ആളുകളെ മനസ്സിലാക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്നെന്ന് മാത്രം. പക്ഷെ ആ അർത്ഥമല്ല അവൻ്റെ പേര്. അവൻ പറഞ്ഞ പേരാണ്, അവൻ പറഞ്ഞ പേരാണ് അവൻ്റെ പേര്. അവൻ എന്ത് അറബി ഭാഷയിൽ നമുക്ക് പഠിപ്പിച്ചു തന്നോ അതാണ് അവൻ്റെ പേര്. അള്ളാഹ്, റഹ്മാൻ, റഹീം, അൽ ഖാലിഖ്, അൽ മുസവ്വിർ, സമീഅ, അൽ ബസീർ, അൽ മന്നാൻ. ഇതെല്ലാം അള്ളാഹു അവൻ്റെ കിതാബിലൂടെ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലൂടെ അവനെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്ന പേരുകളാണ്. അപ്പോൾ നോക്കൂ, അവൻ നേരത്തെ ഉള്ളവനാണ് എന്ന അർത്ഥം സൂചിപ്പിക്കുന്ന ശരിയായ അവൻ്റെ പേര് ഏതാണ്? അൽ ഔവൽ. അവൻ ഔവലാണ്. അവൻ്റെ ഔവലിയത്തിന് ഒരു ബിദായത്തില്ല. അവൻ മുമ്പേ ഉള്ളവനാണ്. അവൻ എന്തില്ല? ഒരു തുടക്കമില്ല. മനസ്സിലായില്ലേ? അവൻ്റെ ഔവലിയത്തിന് ഒരു ബിദായത്തിൽ ഒരു തുടക്കമില്ല. അവൻ നേരത്തെ ഉള്ളവനാണ്. പടപ്പുകൾ ചിന്തിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അവർ നിൽക്കുന്ന കാലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ന്, നാളെ, മറ്റന്നാൾ, ഇന്ന് രാവിലെ, വൈകുന്നേരം. എന്നാൽ സുബ്ഹാനല്ലാഹ്, ഈ കാലം എന്ന് പറയുന്ന ഈ സംഗതിയെ, ഇന്ന്, നാളെ, ഇന്നലെ, ഇതിനെ സൃഷ്ടിച്ചവനാരാണ്? റബ്ബ് സുബ്ഹാനഹു വ തആല. അവനാണ് അതിനെ സൃഷ്ടിച്ചത്. ആ ദഹറിൽ നീ റബ്ബിനെ കൂട്ടിക്കെട്ടാൻ ശ്രമിക്കരുത്. അവൻ അതിനെ സൃഷ്ടിച്ചവനാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, യുഅ്ദീനി ഇബ്നു ആദം, ആദമിൻ്റെ പുത്രൻ എന്നെ ഉപദ്രവിക്കുന്ന വാക്ക് പറയുന്നു, അഥവാ ഉപദ്രവമുണ്ടാക്കാൻ ശ്രമിക്കുന്ന, അലോസരമുണ്ടാക്കുന്ന വാക്ക് പറയുന്നു. അല്ലെങ്കിൽ അള്ളാഹുവിന് ഉപദ്രവം ഏൽപ്പിക്കാൻ ഒരാൾക്ക് സാധ്യമല്ല. അള്ളാഹു പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. എന്താണ് അള്ളാഹുവിന് അലോസരം ഉണ്ടാക്കുക? അവൻ ഇഷ്ടമല്ലാത്ത വാക്ക് യസുബുദ്ദഹർ, അവൻ കാലത്തെ ചീത്ത പറയും. എന്നിട്ട് പറഞ്ഞു വഅന ദഹർ, ഞാനാണ് ദഹർ.
ഉഖല്ലിബുൽ ലൈല വന്നഹാർ. അതാണ് അതിൻ്റെ അർത്ഥം. ഞാനാണ് കാലം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഞാനാണ് രാപ്പകലുകളെ മാറ്റി മാറ്റി കൊണ്ടുവരുന്നത്. അതല്ലാതെ അള്ളാഹുവിൻ്റെ പേരാണ് ദഹർ എന്ന് അതിനർത്ഥമില്ല. ചില ആളുകൾ അങ്ങനെ ധരിച്ചിട്ട് അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ എന്തെണ്ണിയിട്ടുണ്ട്? ദഹർ എന്നെണ്ണിയിട്ടുണ്ട്. തെറ്റാണത്. കാരണം ആ ഹദീസിൻ്റെ വിശദീകരണം അതിന് ബാക്കിയാണ്. വാനദ്ദഹർ ഉഖല്ലിബുൽ ലൈല വന്നഹാർ. രാപ്പകലുകളെ മാറ്റി മാറ്റി കൊണ്ടുവരുന്നവൻ ഞാനാണ്. അതാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ അള്ളാഹുവിൻ്റെ പേര് ദഹറല്ല. ദഹർ എന്നൊരു പേര് റബ്ബിനില്ല. എന്തുകൊണ്ട്? കാരണം ദഹർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ അതിനെന്താണ് ഒരു വിശേഷണമുള്ളത്? ഒരു വിശേഷണം അതിലില്ല. അതിലൊരു പരിപൂർണതയോ ഒരു സിഫത്തോ പറയാനില്ല. കാലം, അള്ളാഹുവിൻ്റെ പേരുകളാകട്ടെ അൽ ഹുസ്ന, ഏറ്റവും നല്ല പേരുകളാണ്. അവൻ കാലത്തെ നിയന്ത്രിക്കുന്നവൻ, അതിനെ കൊണ്ടുവരുന്നവൻ റബ്ബാണ്. അവനാകട്ടെ മുമ്പേ ഉള്ളവനാണ്. ഔവൽ, അവന് മുമ്പ് യാതൊന്നുമില്ല. മാത്രമല്ല അതിൻ്റെ കൂടെ പറയുന്നു അടുത്ത പേര് അൽ ആഖിർ. അൽ ആഖിർ, അവൻ ഏറ്റവും ഒടുവിലുള്ളവനാണ്. അഥവാ അവന് ശേഷം യാതൊന്നുമില്ല. ഇവിടെ നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ അൽ ഔവൽ എന്ന പേര് അത് ഉൾക്കൊള്ളുന്ന കാര്യം അറിയിക്കുന്നത് എന്താണ്? അള്ളാഹുവോടൊപ്പം യാതൊന്നും ഉണ്ടായിട്ടില്ല. അള്ളാഹുവിൻ്റെ കൂടെ യാതൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇതിനെതിരായി പറഞ്ഞ ചില പിഴച്ച കക്ഷികളുണ്ട്. ഫലാസിഫ, ഗ്രീക്ക് ഫിലോസഫിയുടെ ആളുകൾ. അവരുടെ വാദം എന്താണ്? ഫലാസഫത്തിൻ്റെ വാദം ഖിദമുൽ ആലം എന്ന് പറയും. ഖിദമു അൽ ആലം. ഖിദമുൽ ആലം എന്ന് പറഞ്ഞാൽ ഈ ലോകം മുമ്പേ ഉള്ളതാണ്. ഈ ലോകം മുമ്പേ, അഥവാ അള്ളാഹു റബ്ബുൽ ആലമീനിൻ്റെ കൂടെ ഉള്ളതാണ് ഈ ലോകമെന്ന്. ഈ വാദം ഗ്രീക്ക് ഫിലോസഫിയിൽ നിന്ന് മുസ്ലിമീങ്ങളിലേക്ക് കടന്നു വന്നിരുന്നു. ഫൽസഫയുടെ ആളുകൾ, ഫിലോസഫിയുടെ ആളുകൾ ഇത് കൊണ്ടു നടന്നിരുന്നു. പല ആളുകളും വലിയ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ലോകത്തിന് വലിയ സംഭാവനകൾ നൽകിയ ആളാണെന്നൊക്കെ പറയുന്ന ഇബ്നു സീന, അവരെ പോലെയുള്ള ആളുകൾ, അവർക്ക് യഥാർത്ഥത്തിൽ ഈ ഫൽസഫയുടെ ആളുകളായിരുന്നു. മനസ്സിലായില്ലേ? ശരിയായ കുഫറിൻ്റെ വാദങ്ങൾ പലതും അവർക്കുണ്ടായിരുന്നു. അതിനൊന്നാണിത്, ലോകം അള്ളാഹുവിനോടൊപ്പം തന്നെ ഉള്ളതാണ് എന്നത്. എന്നാൽ മുസ്ലിമീങ്ങളുടെ വിശ്വാസം അതല്ല. ഇതുകൊണ്ട് തന്നെ ഈ ഫൽസഫയുടെ ആളുകളെ സലഫുകൾ, മുൻഗാമികൾ, അവർ കാഫിറുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായും 3 വിശ്വാസങ്ങളുടെ പേരിലാണ് അവരെ സലഫുകൾ, ഈ ഉമ്മത്തിലെ മുൻഗാമികൾ തക്ഫീർ ചെയ്തിട്ടുള്ളത്, കാഫിറാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഇതാണ്, അഥവാ ലോകം അത് അള്ളാഹുവിനോടൊപ്പം ഉള്ളതാണ് എന്ന വാദം. രണ്ടാമത്തെ വാദം, അള്ളാഹുവിൻ്റെ അറിവ് അത് കുല്ലിയാത്തിനെ കുറിച്ച് മാത്രമാണ്, ജുസ്ഇയാത്തിനെ കുറിച്ചില്ല എന്നതാണ് അവരുടെ വാദം. എന്താണ് കുല്ലിയാത്ത്, ജുസ്ഇയാത്ത് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിന് പടപ്പുകളെക്കുറിച്ചുള്ള അറിവ് മൊത്തത്തിലുള്ള അറിവാണ്, മൊത്തത്തിലറിയാം. എന്നാൽ സൂക്ഷ്മമായി ഓരോ സൃഷ്ടിയെക്കുറിച്ച്, അവയുടെ ഉള്ളകങ്ങൾ, അവയുടെ ഭാവിയും വർത്തമാനവും, ഇങ്ങനെ ജുസ്ഇയാത്ത് ഓരോന്നിനെക്കുറിച്ചുള്ള അറിവ് അള്ളാഹുവിനില്ല എന്ന വാദമാർക്കുണ്ട്? ഫൽസഫയുടെ ആളുകൾ. അതിൻ്റെ സ്വാധീനമുണ്ടായ പലർക്കുമുണ്ട്. സുബ്ഹാനല്ലാഹ്, അറബിയിൽ എഴുതപ്പെട്ട പല കിതാബുകളിലും ഈ പിഴച്ച വാദങ്ങൾ, നമ്മുടെ നാട്ടിലെ ശരിയാക്കളൊക്കെ കൊണ്ടു നടക്കുന്ന പല കിതാബിലും, അല്ലെങ്കിൽ കൊണ്ടു നടക്കുന്ന ആളുകളുടെ പല കിതാബുകളിലും ഈ പിഴച്ച വാദം വന്നിട്ടുണ്ട്. എന്ത്? അള്ളാഹു മൊത്തത്തിൽ അറിയും, പക്ഷേ സൂക്ഷ്മമായി റബ്ബ് അറിയുകയില്ല എന്ന വാദം തികഞ്ഞ കുഫർ. ഇസ്ലാമിന് പുറത്തു പോകാൻ വേറൊന്നും വേണ്ട. ഇത് ഗ്രീക്ക് ഫൽസഫയുടെ ആളുകൾ അവരുടെ വാദമാണ്. അവരെ സലഫുകൾ തക്ഫീർ നടത്തുക, കാഫറാണെന്ന് പറയാൻ ഉണ്ടായ രണ്ടാമത്തെ വാദം ഇതാണ്. മൂന്നാമത്തെ അവരുടെ വാദമാണ് ഇബ്നു സീന, നേരത്തെ ഞാൻ പറഞ്ഞ ആളുടെയൊക്കെ വാദം ഇതായിരുന്നു എന്ന് പറഞ്ഞാൽ, അള്ളാഹു റബ്ബുൽ ആലമീൻ നാളെ പരലോകത്ത് ആളുകളുടെ ശരീരങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയില്ല. പിന്നെ എന്തിനെ മാത്രം ഉയർത്തെഴുന്നേൽപ്പിക്കൂ? റൂഹിനെ മാത്രം. മനസ്സിലായില്ലേ? റൂഹിനെ മാത്രം ഉയർത്തെഴുന്നേൽപ്പിക്കുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതായിരുന്നെങ്കിൽ മക്കത്തെ മുശ്രിക്കുകൾക്ക് വരെ ചിലപ്പോൾ തർക്കം ഉണ്ടാവില്ല. കാരണം അവർ അത്ഭുതപ്പെട്ടത് ഏത് കാര്യത്തിലാണ്? ഖാല മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം. ആരാണ് എല്ലുകൾ നുരുമ്പിപ്പോയതിന് ശേഷം അതിനെ ജീവിപ്പിക്കുക എന്നാണ് അവർ ചോദിച്ചത്. അത് റൂഹിനെ കൊണ്ടുവരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ, അള്ളാഹിൻ്റെ നബിമാർ പറഞ്ഞപ്പോൾ അതിനെ എതിർത്തല്ല. അപ്പോൾ നോക്കൂ, റൂഹിനെ മാത്രമാണ് ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്ന വാദം. ഇത് നോക്കൂ, നസ്രാനികൾ അവർ പലപ്പോഴും ഈ വാദം പറയാറുണ്ട്.
മൊത്തത്തിൽ പരലോക വിശ്വാസം ഉണ്ടെന്ന് ചോദിച്ചാൽ ശരിയാണ്, പരലോകമുണ്ട്, സ്വർഗ്ഗമുണ്ട്, നരകമുണ്ട് എന്നവർ പറയും. പക്ഷേ അവർ പറയും സ്വർഗം എന്ന് പറഞ്ഞാൽ അവിടെ ഭക്ഷണം, പാനീയം, അവിടെ ഇണകൾ എന്നൊക്കെ പറഞ്ഞാൽ അതിനെ അവർ മോശമായിട്ടാണ് കാണുക. അങ്ങനെ പറയാൻ പാടില്ല. അത് പരലോകത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കുറച്ചിലാണെന്നാണ് അവരുടെ വാദം. മനസ്സിലല്ലേ? ഭക്ഷണമുണ്ട്, വെള്ളമുണ്ട് എന്നൊക്കെ പറയാന്നുള്ളത്. പിന്നെയോ അത് ആത്മീയമായൊരു സുഖം മാത്രം, റൂഹിനുള്ള ഒരു അനുഭവം മാത്രം. നസ്രാനികൾക്ക് ഈ വാദമുണ്ട്. അതുകൊണ്ട് സലഫുകൾ, മുൻഗാമികൾ പറഞ്ഞതായി ഹദീസിൻ്റെ കിതാബുകൾ കാണാം. ഈ വാദത്തിലൂടെ നസ്രാനികൾ പരലോകത്തെ നിഷേധിച്ചു. ഒറ്റത് നിഷേധിച്ചോ ചോദിച്ചാൽ നിഷേധിച്ചില്ല. പക്ഷെ അവിടെയുള്ള ഈ രൂപത്തിലുള്ള അള്ളാഹു പറഞ്ഞ അനുഭൂതികളെ നിഷേധിച്ചു. യഥാർത്ഥത്തിൽ സഹോദരങ്ങൾ, എന്താണ് നമ്മുടെ വിശ്വാസം? നമ്മുടെ വിശ്വാസം എന്താണ്? നമ്മുടെ വിശ്വാസം അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുക റൂഹിനെയും ജസദിനെയുമാണ്. ആത്മാവിനെയും അതുപോലെ ശരീരം, രണ്ടിനെയും അള്ളാഹു കൊണ്ടുവരും പരലോകത്ത്. ശരീരത്തെ അള്ളാഹു വീണ്ടും കൊണ്ടുവരും. സ്വർഗ നരകങ്ങൾ റൂഹിനുമുള്ളതാണ്, പിന്നെയോ ജസദിനുമുള്ളതാണ്, ശരീരത്തിനുമുള്ളതാണ്, ആത്മാവിനുമുള്ളതാണ്. എന്ത്? സ്വർഗവും നരകവും. സ്വർഗം അല്ലെങ്കിൽ നരകം, ഇത് ശരീരത്തിനും ആത്മാവിനും ഒരുമിച്ചുള്ളത്. എന്തുകൊണ്ട്? ഈ ദുനിയാവിൽ മുഅ്മിനായി ജീവിക്കുന്നത് അവൻ്റെ റൂഹ് കൊണ്ട് മാത്രമാണോ? അല്ല, അവൻ്റെ ശരീരവും റൂഹും കൊണ്ടാണ്, ശരീരവും ആത്മാവുമായിട്ടാണ്. കാഫറായി ജീവിക്കുന്നത് ശരീരവും ആത്മാവും കൊണ്ടാണ്. നന്മ ചെയ്യുന്നത് അവൻ്റെ ശരീരത്തോടെ റൂഹോടെയാണ്. തിന്മ ചെയ്യുന്നത് അത് അനുഭവിക്കുന്നത് അവൻ്റെ ശരീരത്തോടെ റൂഹോടെയാണ്. പരലോകത്ത് അതുകൊണ്ട് അള്ളാഹു രണ്ടിനും നൽകുന്നതാണ് സ്വർഗവും നരകം എന്ന് മാത്രമല്ല യഥാർത്ഥത്തിൽ ശരിയായ അനുഭൂതി ഉണ്ടാവുക, ശരിയായ സുഖങ്ങൾ ശരിയായ രൂപത്തിൽ മനുഷ്യൻ അനുഭവിക്കുക സ്വർഗത്തിലാണ്. ശിക്ഷ ശരിയായ രൂപത്തിൽ അറിയുക നരകത്തിലാണ്. എന്തുകൊണ്ട്? പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. ശ്രദ്ധിക്കുക, ഈ ഭാഗം ശരിക്കും ശ്രദ്ധിക്കുക, നമുക്ക് പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ്. പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. ഈ ദുനിയാവിലെ സുഖമോ വേദനയോ രണ്ടും ആകട്ടെ, സുഖമാകട്ടെ വേദന, നമ്മളൊക്കെ അനുഭവിക്കുന്ന സന്തോഷവും വേദനയും രണ്ടും ദുനിയാവിൽ അതാദ്യം സ്പർശിക്കുക ശരീരത്തെയാണ്, പിന്നാലെ അത് റൂഹിനെയും ബാധിക്കും. മനസ്സിലല്ലേ? പിന്നാലെ അത് റൂഹിനെ നമ്മുടെ സന്തോഷം ബാധിക്കും. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, നല്ലൊരു മണം, സുഗന്ധം, അത് ശരീരത്തിൽ മാത്രമല്ല അതിൻ്റെ അനുഭവം ഉണ്ടാകും, റൂഹിന് പോലും അത് അനുഭവം ഉണ്ടാക്കും. നിങ്ങൾ അനുഭവിക്കുന്നില്ലേ? അത് നല്ല മണം ഉണ്ടായാൽ കേവലം ശരീരത്തിലൊരു അനുഭവം, നമ്മൾ മനസ്സിനൊന്നാകെ അത് ബാധിക്കുന്ന നമുക്ക് അനുഭവമാണ്. വെളിച്ചം, അത് കേവലം നമ്മുടെ കണ്ണിനല്ല ബാധിക്കണം, മനസ്സിനെ ബാധിക്കും. അത് ഇരുട്ട് കേവലം അത് ഉള്ളിനെ ബാധിക്കും. അത് ദുനിയാവിലെ അനുഭവങ്ങൾ സന്തോഷമാകട്ടെ വേദനയാകട്ടെ അത് ശരീരത്തെയാണ് ആദ്യം തട്ടുക, എന്നിട്ട് റൂഹിനെ ബാധിക്കും. തബഅൻ, അതിൻ്റെ പിന്നാലെ റൂഹിനെ ബാധിക്കും. ബർസഖിൽ, പിന്നെ അടുത്ത ലോകം ഏതാണ്? ഖബറാണ്. ഖബറിൽ ഒന്നുകിൽ എല്ലാ മനുഷ്യൻ്റെയും ഖബർ, ഓരോരുത്തരുടെയും ഖബർ ഒന്നുകിൽ റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന, അല്ലെങ്കിൽ ഹുഫറത്തുൻ മിൻ ഹുഫറിൻ നാർ, നഊദു ബില്ലാഹ്. ഒന്നുകിൽ സ്വർഗ്ഗത്തോപ്പുകൾ ഒരു തോപ്പായിരിക്കും, അതല്ലെങ്കിൽ നരക കുഴികളിൽ ഒരു തീക്കുണ്ടാരമായിരിക്കും ഓരോരുത്തൻ്റെ ഖബറും. ഈ ഖബറിലെ അനുഭവം എങ്ങനെയാണ്? അത് ദുനിയാവിൽ നിന്ന് ഉള്ളതിൽ നിന്ന് നേരെ തിരിഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞാൽ അത് ആദ്യം അനുഭവിക്കുക റൂഹാണ്. ആത്മാവാണ്. ശേഷം എന്തനുഭവിക്കും? ശരീരവും അനുഭവിക്കും. ഒരാളുടെ ശരീരം എന്ത് രൂപത്തിൽ ചെയ്താലും ശരി, അവൻ്റെ ശരീരം മണ്ണോട് മണ്ണ് ചേർന്നാലും, അതല്ല കത്തിക്കരിഞ്ഞു പോയാലും, അവനെ മത്സ്യങ്ങൾ ഭക്ഷിച്ചാലും, അവനെ മൃഗങ്ങൾ തിന്നാലും ശരി, ബർസഖിലെ അനുഭവം ഓരോ മനുഷ്യനുണ്ടാവും. ആദ്യം റൂഹിന്, പിന്നെ ശരീരത്തിന്. പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. എന്നാൽ പരലോകത്തെത്തിയാൽ, സ്വർഗത്തിലെത്തിയാൽ, നരകത്തിലെത്തിയാൽ റൂഹിനും ജസദിനും ഒരുപോലെ ആയിരിക്കും. സ്വർഗീയ സുഖം ആത്മാവിനും ശരീരത്തിനും ഒരുപോലെ, നരകത്തിലെ ശിക്ഷ ആത്മാവിനും ശരീരത്തിനും ഒരുപോലെ. അതുകൊണ്ടാണ് സുഖം ഏറ്റവും പരിപൂർണമായി അനുഭവിക്കാൻ എവിടെ വെച്ചാണ് സാധിക്കുക? സ്വർഗത്തിൽ വെച്ചാണ് സാധിക്കുക. ശിക്ഷ ഏറ്റവും കടുത്ത രൂപത്തിൽ അനുഭവിക്കുക നരകത്തിൽ വെച്ചാണ്. ഇത് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. അപ്പോൾ നോക്കൂ, നമ്മൾ വിശ്വസിക്കുന്നത് ഒരിക്കലും റൂഹ് മാത്രം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്നല്ല, മറിച്ച് റൂഹോടെ, ശരീരത്തോടെ സ്വർഗം അതിൻ്റെ ആളുകൾ അത് അനുഭവിക്കും. റൂഹോടെ, ശരീരത്തോടെ
ആത്മാവോടെ ശരീരത്തോടെ രണ്ടും സഹിതം നരകവാസികൾ നരകം അനുഭവിക്കും. സല്ലല്ലാഹു ആഫിയ. ഇതാണ് മുസ്ലിമീങ്ങളുടെ വിശ്വാസം. ഇത് ഫൽസഫയുടെ ആളുകൾ, ഗ്രീക്ക് ഫിലോസഫിയുടെ ആളുകൾ, അത് ഇസ്ലാമിൻ്റെ പേരിൽ കൊണ്ടുവന്ന ആളുകൾ നിഷേധിച്ചിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതുപോലുള്ള പല വാദഗതികളും അരിച്ചരിച്ച് മുസ്ലിമീങ്ങളിൽ പല രൂപത്തിൽ വരുന്നത് കാണാം. മനസ്സിലായില്ലേ? സ്വർഗത്തെക്കുറിച്ച് ചിലപ്പോൾ ചില ആളുകൾ പറയും ആത്മീയമായ അനുഭൂതി. അത് ആത്മീയമായ അനുഭൂതി മാത്രമല്ല, ശരീരത്തിന് കൂടുതൽ അനുഭൂതിയാണ്. ശരിയാണ്, ചിലപ്പോൾ ആളുകൾ പറയുന്ന വാക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടാവുകയില്ല. പക്ഷേ ഇങ്ങനെയുള്ള വാക്കുകളിലൂടെയാണ് പിന്നെ പിഴച്ച വാദങ്ങൾ കടന്നു വരിക. ശ്രദ്ധിക്കണം, അറിവോടെ മാത്രമേ സംസാരിക്കാവൂ. അതുകൊണ്ടാണ് വിവരമുള്ള പല ആളുകളും പറയാറുള്ളത്, ഒരാളുടെ വിവരം ഇൽമ് നിനക്ക് മനസ്സിലാകണോ, പലപ്പോഴും അയാൾ എന്തു പറയുന്നു എന്നതിലല്ല, എന്താണ് പറയാതിരിക്കുന്നു എന്ന് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. അപ്പോൾ അയാളുടെ പേരിലൊക്കെ എന്തും ഇങ്ങനെ പറയാം, സ്വർഗത്തെ നരകത്തെക്കുറിച്ചൊക്കെ പറയാൻ പാടുണ്ടോ ഇല്ലെന്നൊക്കെ ചിന്തിക്കാതെ അവനവന് വായി തോന്നിയത് പൊടിപ്പും തൊങ്ങലും വെച്ച് നല്ല ഉപ്പും മുളകൊക്കെ കൂട്ടിയതുപോലെ ആളുകളെ രസിപ്പിക്കുക, എന്തും പറയാം പരലോകത്തെക്കുറിച്ച്, എന്തെങ്കിലുമൊക്കെ പ്രയോഗിച്ചേക്കുക. ഇങ്ങനെ പാടില്ല. ഷറഈന് യോജിക്കാത്ത പദപ്രയോഗങ്ങൾ നമ്മൾ എരിവും പുളിയും കൂട്ടാൻ ആളുകളെ പിടിച്ചിരുത്താൻ വേണ്ടി പറയാൻ പാടില്ല. എന്നുവെച്ചാൽ ഇതുപോലത്തെ പല മഹദൂറും പാടില്ലാത്ത പല പ്രയോഗങ്ങളും കാണാം. ചിലപ്പോൾ ചില ആളുകൾ പറയാറുണ്ട് പരലോകത്തെ തുലാസിനെ കുറിച്ച്, ആ അലങ്കാരികമായ ആ തുലാസ് മിമ്പറിൽ ഖുത്ബകളിൽ ചിലപ്പോൾ ആളുകൾ പറയാറുണ്ട്. പിഴച്ച വിശ്വാസമാണത്, ആലങ്കാരികമാണ് എന്ന്. അല്ല, അത് ഹഖൻ ഹഖീഖത്തൻ നിൻ്റെ അമല് തൂക്കുന്ന തുലാസാണത്. എങ്ങനെ അമല് തൂക്കുക? അള്ളാഹു തൂക്കുക. അള്ളാഹു തൂക്കും, അത് തുലാസിൽ തൂക്കും, അമല് തൂക്കും. അമലെങ്ങനെ തൂക്കുക? അമലിന് ഭാരമുണ്ടോ? ഇങ്ങനെയൊക്കെ പല ചർച്ചകളും കാണാം. ഈ നേരത്തെ പറഞ്ഞ ഫൽസഫകൾ ചെറുതല്ലെങ്കിൽ വലുതല്ലെങ്കിൽ ചെറിയ രൂപത്തിൽ സ്വാധീനിക്കപ്പെട്ട പിൽക്കാലക്കാരായ ആളുകളുടെ കിതാബുകൾ കാണാം. എന്ത്? അതിനെ റബ്ബ് വേറൊരു തൂക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്കൊക്കെ മാറ്റി എന്നിട്ട് തുലാസിൽ വെച്ച് തൂക്കും. യാതൊരു ആവശ്യമില്ല. അള്ളാഹു തൂക്കുന്നവരാണ്, തൂക്കുന്നു വിശ്വസിച്ചാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് ചോദിച്ചില്ലേ, അള്ളാഹുവിൻ്റെ റസൂൽ എങ്ങനെയാണ് ആളുകളെ അള്ളാഹു റബ്ബുൽ ആലമീൻ നാളെ പരലോകത്ത് മുഖം കുത്തിയ നിലയിൽ കൊണ്ടുവരിക? അവരെ മുഖം കുത്തിയ നിലയിൽ നരകത്തിലാക്കുമെന്നാണ് ഖുർആനിൽ വന്നിട്ടുള്ളത്, ആവർത്തിച്ച് വന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിക്കുകയാണ്, എന്ത്, എങ്ങനെയാണ് നബിയെ അവരെ റബ്ബ് മുഖം കുത്തി നടത്തിക്കുക, മുഖം കുത്തി ഇങ്ങനെ നടക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചുള്ള ചോദ്യം നോക്കൂ, ഇതിൽ മറുപടി ഉണ്ട്. ഈ ജാതി ഏത് ചോദ്യത്തിനും അവർ ഇരു കാലുകളിൽ നടത്തിയ റബ്ബിന് അവരെ മുഖം കുത്തി നടത്താൻ കഴിവില്ലേ? എത്ര എളുപ്പമുള്ള മറുപടിയാണ്. മനസ്സിലായില്ലേ? എത്ര എളുപ്പമുള്ള മറുപടിയാണ്. അതുപോലെ നോക്കൂ, സഹാബത്തിനോട്, പല സഹാബിമാരോട് ആളുകൾ ചോദിച്ചതായ റിവായത്ത് വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. എന്ത്? അള്ളാഹു സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ആർദുഹ അസ്സമാവാതു വൽ അർദ്. എന്താണ് സ്വർഗം? ആർദുഹ, അതിൻ്റെ അർദ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥം നിങ്ങൾക്ക് അറിയാലോ, തൂൽ അർദ്. തൂല് നീളവും അർദ് വീതിയുമാണ്. അള്ളാഹു സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞത് ആർദുഹ കഅർദി സമാ. ഒരായത്തിൽ അതിൻ്റെ അർദ് ആകാശത്തിൻ്റെ അർദാണ്. മറ്റൊന്ന് അർദുഹ കഅർദി സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അർദാണ് അതിൻ്റെ അർദ്. വീതിയാണ്. പണ്ഡിതന്മാർ പറഞ്ഞു ആ വീതി ഇതാണെങ്കിൽ നീളം എന്തായിരിക്കും എന്ന്. അതിൻ്റെ വിസ്താരം അത്രയുമുണ്ട് എന്ന് മനസ്സിലാക്കുക. അതിൻ്റെ വിസ്താരം, അതിൻ്റെ വിസ്തൃതി അത്രയുമുണ്ട്. ആകാശങ്ങളുടെ ഭൂമിയുടെ വലിപ്പം. സഹാബിമാരിൽ പലരിൽ നിന്ന് റിവായത്ത് വന്നിട്ടുണ്ട്. ഇത് ചിലർ വന്നിട്ട് ചോദിച്ചു, സ്വർഗം ഇത്ര, അപ്പം പിന്നെ നരകം എവിടെയായിരിക്കും? സ്വർഗം ഇത്രയാണെങ്കിൽ നരകം പിന്നെ എവിടെയാണ് ഉണ്ടാവുക? സഹാബിമാരിൽ പലരും അവരുടെ മറുപടിയായി വന്നിട്ട്, കാരണം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബി പറഞ്ഞ മറുപടിയാണ്. അവർ തിരിച്ചു ചോദിച്ചു, പകൽ വന്നാൽ എവിടെ രാത്രി? രാത്രി എവിടെ പോകുന്നത്? രാത്രി വന്നാൽ എവിടെ പകൽ എന്നവർ തിരിച്ചു ചോദിച്ചു. സഹാബത്തിനറിയാം, മുൻഗാമികൾക്കേ അറിയാം, എന്ത്, ഭൂമിയിൽ ഒരു സ്ഥലത്ത് രാത്രിയാകുമ്പോൾ വേറെ സ്ഥലത്ത് പകലാണ്. അത് കുറേ കാലം കഴിഞ്ഞിട്ട് കണ്ടുപിടിച്ചായിരുന്നു. സലഫുകളിൽ നിന്ന് റിവായത്ത് വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? അവർക്കറിയാമത്. ചില ആളുകൾ പറയുന്നത് പോലെ ഇങ്ങനത്തെ കാര്യം കുറേ കാലം കഴിഞ്ഞിട്ട് കണ്ടുപിടിച്ച്, അവരൊക്കെ ദുനിയാവ് തിരി അറിയാത്ത ആളുകൾ അങ്ങനെയൊന്നുമല്ല. പലതും പഠിച്ചറിഞ്ഞ് മനസ്സിലാക്കിയ ആളുകളാണ് അവർ. അപ്പോൾ നോക്കൂ, എന്നാൽ നമ്മൾ കാണുന്നു രാത്രി എവിടെ? പകലെവിടെ? പകലുണ്ട് നമുക്കറിയാം, പക്ഷെ നമ്മൾ കാണുന്നത് രാത്രിയാണ്. പകൽ വന്നാൽ എവിടെ രാത്രി? നമുക്കറിയാം രാത്രി ഉണ്ട് എന്ന്, നമ്മൾ കാണുന്നത് പകലാണ്. എന്താണ് പ്രയാസം?
അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ഖുദ്റത്തിനെ മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഫിത്രത്ത് പോയിട്ടില്ല, ശുദ്ധ പ്രകൃതി പോയിട്ടില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അതിൽ വിശ്വസിക്കാൻ അവർ യാതൊരു പ്രയാസവുമില്ല, ഒരു പ്രയാസമില്ല. അതുകൊണ്ടാണ് പ്രായമേറിയ തൗഹീദ് അറിഞ്ഞിട്ട് അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രായമേറിയ പല സ്ത്രീകളും ഈ ജാതി ഒരു തർക്കവും വിതർക്കവും അവർ കേട്ടിട്ടേ ഇല്ല. ഇങ്ങനെയുള്ള ആളുകളുടെ ചർവണങ്ങൾ അതിനവർ ചെവി കൊടുത്തിട്ടില്ല. മറിച്ച് അള്ളാഹിനെ ഇബാദത്ത് ചെയ്ത് അവനവൻ്റെ ദിക്റും ദുആഒക്കെ ചൊല്ലി ജീവിച്ചു വരുന്ന പ്രായമേറിയ സ്ത്രീകൾ ഖുർആനിൽ ഇതുപോലുള്ള ആയത്തുകൾ കണ്ടിട്ട് ഒരിക്കലും അവർക്കൊരു സംശയമില്ല, അള്ളാഹു അങ്ങനെ ചെയ്യും, അള്ളാഹു അമലുകൾ തൂക്കും, നരകത്തിന് മുകളിൽ നാളെ പാലുണ്ടാവും, അള്ളാഹു പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കാൻ യാതൊരു പ്രയാസവുമില്ല. അതാണ് അജായിസിൻ്റെ ഈമാൻ. ഈ അശരിയാക്കളുടെ പല നേതാക്കന്മാരും ഈ കണ്ട ഫിലോസഫികളിലൊക്കെ അങ്ങനെ കിടന്നുരുണ്ട് അവസാനം എവിടെയെങ്കിലും എത്തുമോ? ഇത് എവിടെ എത്തൂല. ഇങ്ങനത്തെ ചർച്ചകളാണ്. അതെങ്ങനെ ഇതെങ്ങനെ ഇങ്ങനെ പോയി ഖുർആൻ്റെ ഹദീസിൻ്റെ വിജ്ഞാനം ഉപേക്ഷിച്ച് ഈ ഫൽസഫകളുടെ വിജ്ഞാനത്തിന് പിന്നിൽ പോയി അവസാന കാലത്ത് ഖേദിച്ച് അവരിൽ പലരും പറഞ്ഞ വാക്കിനാണ്, എന്ത് ഞങ്ങൾ ഇവിടെ എത്തിയില്ല, ഞങ്ങളിങ്ങനെ അതെങ്ങനെ ഇതെങ്ങനെ ആസിഫത്തിനെ എങ്ങനെ വ്യാഖ്യാനിക്കണം അങ്ങനെ വ്യാഖ്യാനിക്കണം എന്നൊക്കെ പറഞ്ഞ് എവിടെ എത്തിയില്ല. ഞാനിതാ അള്ളാഹിനോട് പറയുന്ന റബ്ബേ, ഞാൻ ആ അജൂസുകളുടെ അല്ലെങ്കിൽ എൻ്റെ ഉമ്മയുടെ ഈമാൻ എന്തോ വിശ്വാസം ഏതോ അതിലായിട്ട് ഞാനിതാ മരിക്കുകയാണ് എന്നവർ പറഞ്ഞു എന്നാണ്. കാരണം അവരിങ്ങനത്തെ കാര്യത്തൊന്നും തല കൊടുത്തിട്ടില്ല. നോക്കൂ, ഇങ്ങനെ തല പുകഞ്ഞിട്ടുള്ള ആളുകൾ യഥാർത്ഥത്തിൽ ഏത് ഇൽമിൻ്റെ പിന്നാലെ പോയവരാണ്? ഇൽമുൽ കലാമിൻ്റെ, ഗ്രീക്ക് ഫിലോസഫിയുടെ ഒക്കെ പിന്നാലെ പോയവരാണ്. അതല്ലാതെ ഖുർആനും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളും നീ പഠിച്ചാൽ ഒരു കാലത്തും നിനക്ക് ഇതുപോലെ തങ്കലാപ്പുണ്ടാവും. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നത്തിൻ്റെ ഉലമാക്കളിൽ ഒരാൾ പോലും അവസാന കാലത്ത് ഈ രൂപത്തിൽ വർത്താനം പറഞ്ഞിട്ടില്ല. ഇമാം ഷാഫിഈ, ഇമാം അബു ഹനീഫ, ഇമാം മാലിക്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ, അവരാരും അവസാന കാലത്ത് എനിക്കൊന്നും തിരിഞ്ഞിട്ടില്ല ഇത്ര കാലം പഠിച്ചിട്ട് എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് അവരുടെ ബസീറത്ത് എപ്പോഴും വർദ്ധിക്കുകയേ ചെയ്തിട്ടുള്ളൂ. ആധുനിക കാലത്ത് നമ്മുടെ മഹാന്മാരായ ഇമ്മ അവരും അങ്ങനെ തന്നെയാണ്. ബിൻ ബാസ് റഹിമഹുല്ലാ, ഒരാൾ പോലും അവസാന കാലത്ത് ബിൻ ബാസ് ഇങ്ങനെ പറഞ്ഞതായിട്ട് ഇല്ല. ഇമാം അൽബാനി, ഇമാം ബിൻ ഉസൈമീൻ റഹിമഹുമുല്ലാ, അവരാരെങ്കിലും ഇങ്ങനത്തെ വർത്താനം പറഞ്ഞതായിട്ട് ഒരാൾക്കും പറയാൻ സാധിക്കില്ല. മറിച്ച് അവരുടെ തൊലി ചുളിയും തോറും, അവരുടെ പ്രായം അത് ചെല്ലും തോറും അവരുടെ ഈമാനിൽ, അവരുടെ ഇൽമിലുള്ള റുസൂഖിൽ, ആ ഉറച്ച കാൽവെപ്പിൽ ആളുകൾ അതിൽ അത്ഭുതം പ്രകടിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം പഠിച്ചത് ഇതാണ്, നേരായ വിജ്ഞാനമാണ്, ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വിജ്ഞാനം. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ ഒരിക്കലും പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത നിഅമത്താണ് ജാതി അശരീയത്തിൻ്റെ ഫിലോസഫികളുടെ കിട്ടിക്കൊടുക്കുകളിൽ റബ്ബ് നമ്മൾ പെടുത്തിയിട്ടില്ല. അൽഹംദുലില്ലാഹ്, അള്ളാഹ് എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല. കാരണം അതിൽപ്പെട്ട ആളുകളുടെ സ്ഥിതി അത്ര മോശമാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിലാണ് ഈ തപ്പിത്തടയുന്നത്. റബ്ബിനെ കുറിച്ചുള്ള വിശ്വാസത്തിന് സല്ലല്ലാഹു അലൈഹി വസല്ലം വൽ അവ്വലു വൽ ആഖിർ, അള്ളാഹു അവ്വലാണ്, അവൻ ആഖിറാണ്, അവൻ മുമ്പേ ഉള്ളവനാണ്, ആദ്യമേ ഉള്ളവനാണ്, ആഖിറാണ്, അവൻ അവസാനമായുള്ളവനാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ വിശദീകരണം? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 4 പേരുകളുടെയും വിശദീകരണം ഒരു ദുആയിലൂടെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലുന്ന ദുആയിലുണ്ട്, അൻതൽ അവ്വൽ ഫലൈസ ഖബ്ലക ഷൈ വഅൻതൽ ആഖിർ ഫലൈസ ബഅദക ഷൈ വഅൻതൽ ളാഹിർ ഫലൈസ ഫൗഖക ഷൈ വഅൻതൽ ബാത്തിൻ ഫലൈസ ദൂനക ഷൈ. അള്ളാഹുവേ, നീയാണ് അൽ അവ്വൽ, ആദ്യമേ ഉള്ളവൻ, ഫലൈസ ഖബ്ലക ഷൈ, നിനക്ക് മുൻപ് യാതൊന്നുമില്ല, അള്ളാഹുവിന് മുൻപ് ഒന്നുമില്ല. അപ്പോൾ ഫൽസഫയുടെ ആളുകളുടെ ആ വാദം, ലോകം മുമ്പേ ഉണ്ട് എന്ന വാദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനെതിരാണ്. വഅൻതൽ ആഖിർ, അള്ളാഹുവേ നീയാണ് അവസാനമായുള്ളവൻ, ഫലൈസ ബഅദക ഷൈ, നിനക്ക് ശേഷം യാതൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഓർക്കുക, എന്തിനെല്ലാം അള്ളാഹു ഖുലൂദ് നൽകിയിട്ടുണ്ടോ, ശാശ്വതത്വം നൽകിയിട്ടുണ്ടോ, അതെല്ലാം റബ്ബ് നൽകിയതാണ്. റബ്ബ് ഉദ്ദേശിച്ചാൽ അതിനെ നശിപ്പിക്കാൻ യാതൊരു പ്രയാസവുമില്ല. അതുപോലെ അവർക്ക് നേരത്തെ അതുണ്ടായിരുന്നില്ല, നേരത്തെ മരിച്ചവരും ഇല്ലാതിരുന്നവരും ഒക്കെ ആയിരുന്നു അവർ. അതുപോലെ നോക്കൂ, വഅൻതൽ ളാഹിർ, അതാണ് ഈ ആയത്തിലെ അടുത്ത പേര്, വൽ അവ്വൽ വൽ ആഖിർ വൽ ളാഹിർ വൽ ബാത്തിൻ എന്നാണ്. ളാഹിർ എന്ന പേരിൻ്റെ അർത്ഥം മുകളിലുള്ളവൻ എന്നതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പേരിനെ അങ്ങനെ വിശദീകരിച്ചത്, വഅൻതൽ ളാഹിർ, അല്ലാഹുവേ നീയാണ് അല്ലാഹിർ, ഫലൈസ ഫൗഖക ഷൈ, നിനക്ക് മുകളിൽ യാതൊന്നുമില്ല, നിനക്ക് ഫൗഖ്, നിനക്ക് മുകളിൽ യാതൊന്നുമില്ല.
ലഹർ എന്ന വാക്ക് അറബിയിൽ ഉപയോഗിക്കുക എന്തിൻ്റെയും പുറം ഭാഗത്തുള്ളതിനാണ് എന്തു പറയുക, ലഹർ എന്നുപയോഗിക്കുക. ദുഹൂർ എന്ന് പറഞ്ഞാൽ അത് പുറത്ത് നിൽക്കുന്നതാണ്, ഉള്ളിലല്ല. പുറത്ത് വെളിവായി മുകളിൽ നിൽക്കുന്നതാണ് ദുഹൂറായിട്ടുള്ള കാര്യം. ലാഹിർ എന്ന അള്ളാഹുവിൻ്റെ പേര് അർത്ഥമാക്കുന്നത് അവൻ സകല സൃഷ്ടികൾക്കും മേലെ ഉള്ളവനാണ് എന്നതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫലൈസ ഫൗഖക ശൈ, റബ്ബേ നിനക്ക് മുകളിൽ യാതൊന്നുമില്ല. ഈ ഉലുവിനെ, അള്ളാഹുവിൻ്റെ ഉലുവിനെ നിഷേധിച്ചവർ ഖുർആനിനും സുന്നത്തിനും മുസ്ലിമീങ്ങളുടെ ഇജ്മാഇനും എതിര് പ്രവർത്തിക്കുന്നവരാണ്. മനസ്സിലായില്ലേ? ഇത് മുസ്ലിമീങ്ങളുടെ ഇജ്മാഅൻ, ഏകോപിച്ച അഭിപ്രായമാണ്. പിൽക്കാലത്ത് വന്ന പിഴച്ച കക്ഷികൾക്കല്ലാത്ത അള്ളാഹുവിൻ്റെ ഉലുവിൽ അവൻ മുകളിലുള്ളവനാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഏത് കൊച്ചുകുട്ടിയുടെയും ഫിത്രത്തിൽ അവൻ്റെ ശുദ്ധ പ്രകൃതിയിലുള്ളതാണ്. യഹൂദി നസ്രാനികളുടെ വിശ്വാസത്തിൽ പോലും ഉള്ളതാണ്. മുശ്രിക്കുകൾ പോലും പറഞ്ഞിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലത്ത്, എന്ത് റബ്ബയുടെ മുകളിലാണ് എന്ന്. മനസ്സിലായില്ലേ? നിങ്ങൾ ആലോചിക്കണം, അള്ളാഹു മുകളിലാണുള്ളത് എന്നത് പിഴച്ച വിശ്വാസമാണെങ്കിൽ ഉറപ്പാണ് ഈ വിശ്വാസം യഹൂദികൾക്കും നസ്രാനികൾക്കും മുശ്രിക്കുകൾക്കൊക്കെ ഉള്ള എല്ലാ കാലത്തും ഉണ്ടായിരുന്ന പണ്ടേ ഉള്ള അഭിപ്രായമാണ്. എന്നിട്ട് എന്ത്, ഖുർആനിൽ ഒരു അക്ഷരം, ഒരായത്ത് പോലും അതിനെതിരെ വന്നില്ല ഇവർ പറയുന്ന പോലെയാണെങ്കിൽ. എന്നു മാത്രമല്ല, അത് ഊട്ടി ഉറപ്പിക്കുന്ന കാര്യമാണ് ഖുർആനിൽ വന്നിട്ടുള്ളത്. അമിൻതു മൻ ഫിസ്സമാ, മുകളിലുള്ളവനെ അവനെ കുറിച്ച് നിങ്ങൾക്ക് പേടിയില്ലേ? അമിൻതു മൻ ഫിസ്സമാ, അടുത്തടുത്ത ആയത്തുകളിൽ സൂറത്തുൽ മുൽക്കിൽ അള്ളാഹു പറഞ്ഞു മൻ ഫിസ്സമാ, മുകളിലുള്ളവൻ എന്ന് അള്ളാഹുവിനെ വിശേഷിപ്പിച്ചു. അൽ അഅല, അൽ അലി എന്നീ റബ്ബിൻ്റെ പേരുകൾ അതാണ് സൂചിപ്പിക്കുന്നത്. അല്ലാഹിർ അതാണ് സൂചിപ്പിക്കുന്നത്. മനുഷ്യൻ്റെ ഉള്ളിലുള്ള വിശ്വാസമാണ്. അള്ളാഹുവിൻ്റെ ഉലുവിനെ നിഷേധിച്ചാൽ അവൻ ഇസ്ലാം എന്ന് പുറത്തു പോകുമെന്ന് സലഫുകൾ പറഞ്ഞത് കാണാം. മുർത്തദ്ദിനുള്ള ശിക്ഷ അവനെ നടപ്പിലാക്കുകയും എന്നിട്ട് അവൻ്റെ ശരീരം അത് മസ്ബലയിൽ കൊണ്ടുപോയി തള്ളണം. അവൻ്റെ ദുർഗന്ധം കൊണ്ട് മുസ്ലിമീങ്ങൾക്കോ മുസ്ലിമീങ്ങളെ നാട്ടിൽ താമസിക്കുന്ന ദിമ്മികൾക്ക്, കാഫിരീങ്ങൾക്ക് ഉപദ്രവം ഉണ്ടായിരുന്നു എന്ന് വരെ സലഫുകൾ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇസ്ലാമിക സാമ്രാജ്യത്തിലെ ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിലെ നിയമമായി സലഫുകൾ പഠിപ്പിച്ച കാര്യം അള്ളാഹുവിൻ്റെ ഉലുവിനെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ കുഫറാണ്. ഇസ്ലാമിൽ പുറത്തു പോകുന്ന കാര്യമാണ് അള്ളാഹു മുകളിലുള്ളതാണ് എന്നതിനെ നിഷേധിക്കുക എന്നത്. എന്നാൽ ഇതിനെ പല രൂപത്തിൽ നിഷേധിക്കുന്ന ആളുകളുണ്ട്. ചിലർ പറയും അള്ളാഹു എല്ലായിടത്തുമുണ്ട്. ചിലർ പറയും ലാ ദാഖിൽ അൽ ആലം വലാ ഖാരിജ് അൽ ആലം, അള്ളാഹു ഈ ലോകത്തിൻ്റെ ഉള്ളിലുമല്ല പുറത്തുമല്ല മുകളിലുമല്ല താഴെയുമല്ല. എന്നാണ് ഈ പറഞ്ഞതെന്ന് കിട്ടുക? അള്ളാഹുവേ ഇല്ല എന്ന് പറയേണ്ടി വരും. മനസ്സിലായില്ലേ? ഇത് മനുഷ്യൻ്റെ ഫിത്രത്തിന് യോജിക്കാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് നോക്കൂ, ഇബാദികളുടെ നേതാവ്, അവരുടെ മുഫ്തി പ്രസംഗിക്കുകയാണ്. ഇതിന് അള്ളാഹുവിൻ്റെ ഉലുവിനെ നിഷേധിക്കുന്ന കക്ഷികളുടെ അവരിൽ ഏറ്റവും കനപ്പെട്ട കൂട്ടരാണ് അവർ. അപ്പോൾ അയാൾ പ്രസംഗിക്കുകയാണ്. അയാൾ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ടി വി ചാനലുകളിൽ പലതിലും പ്രസംഗിക്കുമ്പോൾ ചെവി കേൾക്കാത്ത ആളുകൾക്ക് വേണ്ടി ആംഗ്യ ഭാഷയിൽ കാണിച്ചു കൊടുക്കാൻ ഒരാളെ കാണിക്കും. ടി വി സ്ക്രീനിൽ ചെറുതായി ഒരാളെ കാണിക്കും. അങ്ങനെ ഇബാദികളുടെ മുഫ്തി പ്രസംഗിക്കുകയാണ്. അവർ അള്ളാഹുവിൻ്റെ ഉലുവിനെ നിഷേധിക്കുന്നവരാണ്, അള്ളാഹു മുകളിലാണ് എന്നതിനെ നിഷേധിക്കുന്നവരാണ്. പക്ഷേ ഇയാൾ എപ്പോൾ റബ്ബ് അള്ളാഹ് എന്നൊക്കെ പറയുന്നുണ്ടോ അപ്പോൾ ഈ ആംഗ്യ ഭാഷക്കാരൻ മുകളിലേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ്. മനസ്സിലായില്ലേ? കാരണം അത് മനുഷ്യൻ്റെ ഫിത്രത്താണ്. ഇയാളതിനെ അള്ളാഹിൻ്റെ ഉലുവിനെ നിഷേധിക്കണം. പക്ഷേ ഇയാൾ എപ്പോൾ അള്ളാഹ് റബ്ബ് എന്നൊക്കെ ഇയാളെ പ്രസംഗത്തിൽ പറയുന്നോ ആംഗ്യ ഭാഷക്കാരൻ മുകളിലേക്ക് ചൂണ്ടിക്കാണിക്കണം. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗലിയായ ദലീൽ, ഫഅലിയായ ദലീൽ, ഇഖ്റാറിൻ്റെ ഇതൊക്കെ വന്നിട്ടുള്ളതാണ്. ആയിരക്കണക്കിന് ദലീലുകളാണ് അള്ളാഹു മുകളിലാണുള്ളത് എന്ന് ഖുർആനും സുന്നത്തിലുള്ളത്. ആയിരക്കണക്കിന് തെളിവുകൾ. നബിയുടെ വാക്ക്, പ്രവൃത്തി, എല്ലാ രൂപത്തിലും കാരണം മുകളിലാണുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ എത്രയോ വന്നിട്ടുണ്ട്. ഈ ഹദീസ് പോലെ, നമ്മൾ വായിച്ച ഹദീസ് പോലെ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തിയിൽ വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ നിർത്തി ചോദിക്കണം, അലാ ഹൽ ബല്ലഗ്തു, ഞാൻ എത്തിച്ചു തന്നില്ലേ? സഹാബത്ത് പറയുന്നു അതെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹുമ്മ ഷ്ഹദ്. മുകളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടി പിന്നെ നബി ആ വിരൽ ആളുകളിലേക്ക് ഇങ്ങനെ താഴ്ത്തുകയാണ്. അല്ലാഹുമ്മ ഷ്ഹദ്, മുകളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടുകയാണ്. അതുപോലെ നബി അംഗീകരിച്ച തെളിവുകൾ അല്ലേ? ഒരു സഹാബി തൻ്റെ അടിമ സ്ത്രീയെ ദേഷ്യം പിടിച്ചപ്പോൾ അടിച്ചുപോയി. മോചിപ്പിക്കാൻ വേണ്ടി നബിയുടെ അരികിലേക്ക് വന്നു. പ്രസിദ്ധമായ സഹീഹ് മുസ്ലിം ഹദീസാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഐന അല്ലാഹ്, എവിടെയാണ് അള്ളാഹു? ഐന അല്ലാഹ്, അത് നബിയുടെ ചോദ്യമാണ്. ഈ ചോദ്യത്തെ പരിഹസിച്ചിട്ട് മുമ്പ് ഒരു മുസ്ലിയാർ പ്രസംഗിച്ചത് എന്താണ് പറയുന്നത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു പ്രസിദ്ധീകരണത്തിൽ ഒരു മുജാഹിദ് പ്രസിദ്ധീകരണത്തിൽ ഐന അല്ലാഹ്, അള്ളാഹു എവിടെ എന്നൊരു തലക്കെട്ട് വന്നതിനെ മുസ്ലിയാർ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഇത് വായിച്ചിട്ട് അയാളുടെ ആ നാവ് കൊണ്ട് പറഞ്ഞത് നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്, അത്രയും കൊടിയ കുഫറിൻ്റെ വാക്കാണ്. അയാൾ പറഞ്ഞത് പുതിയാപ്പളിനെ കാണാനായിട്ട് അമ്മോശങ്ക പരസ്യം കൊടുത്തതുപോലെ ഉണ്ട്. നഊദു ബില്ലാഹ്. ഇതുപോലുള്ള ആളുകളെ നേതാക്കന്മാരായി കൊണ്ട് നടക്കുന്നവരുടെ സ്ഥിതി എന്തായിരിക്കും നിങ്ങൾ ചിന്തിച്ച് നോക്കുക. റബ്ബിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കിലാണ് വന്നിട്ട് അള്ളാഹു എവിടെയെന്ന്. ഐന അല്ലാഹ് നബിയുടെ ചോദ്യമാണ്. പക്ഷെ ഇയാൾ പരിഹസിക്കുകയാണെന്ത്? ഈ രൂപത്തിൽ അങ്ങേയറ്റം നിന്ദ്യമായ വാക്കുകൾ ഉപയോഗിച്ചിട്ട് അള്ളാഹു എവിടെയെന്ന് ചോദിച്ചതിന് അയാൾ പ്രസംഗിച്ചതാണ്. കാരണം അതിൻ്റെ താഴെ തൊട്ടടുത്ത ഹെഡിങ്ങിൽ വന്നിട്ടുണ്ട് എന്ത്? അള്ളാഹു ആകാശത്തിലെന്ന്, അള്ളാഹു മുകളിലാണുള്ളത് എന്ന അർത്ഥത്തിൽ. അപ്പം അതിനെ പരിഹസിക്കാൻ വേണ്ടി പറയുകയാണ്. നബിയുടെ ചോദ്യമാണത്. ഐന അല്ലാഹ്. സഹീഹ് മുസ്ലിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം മുസ്ലിമിൻ്റെ സഹീഹിൽ വന്നിട്ടുള്ള ഹദീസാണ്. അപ്പോൾ ആരെയാണ് പരിഹസിക്കുന്നത്? അള്ളാഹുവിനെ പരിഹസിക്കുന്നു, അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഹസിക്കുന്നു, ഈ ഉമ്മത്തിൻ്റെ ഇജ്മാഇനെ പരിഹസിക്കുന്നു, അള്ളാഹുവിനെയും റസൂലിനെയും ഈ ഉമ്മത്തിൻ്റെ ഇജ്മാഇനെയും പരിഹസിക്കുന്നു. എന്നിട്ട് പേരോ നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്താണ്. ഇത് ഏത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്താണ്? ഇത് സുന്നത്തുമല്ല ജമാഅത്തുമല്ല, ഇത് ബിദ്അത്തും ദലാലത്തുമാണ്. അപ്പോൾ നോക്കൂ, മുസ്ലിമീങ്ങളുടെ വിശ്വാസമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഐന അല്ലാഹ് എന്ന് ചോദിച്ചപ്പോൾ ഫിസ്സമാ, മുകളിലുള്ളവനാണ് റബ്ബ് എന്ന് ആ അടിമ സ്ത്രീ പറഞ്ഞത് അംഗീകരിച്ചു. എന്നിട്ട് പറഞ്ഞു ഇഅ്തിഖഹാ ഫഇന്നഹാ മുഅ്മിന, അവളെ മോചിപ്പിക്കുക, അവൾ മുഅ്മിനത്താണ്. അടിമകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അറിവ് കുറവായിരിക്കും, അവർ പഠിക്കുന്നവരോ മറ്റുമല്ല. മാത്രമല്ല സ്ത്രീകളുടെ കൂട്ടത്തിലാണ്, ഇവിടെ മജ്‌ലിസുകളൊക്കെ പങ്കെടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിലല്ല. എന്നിട്ട് പോലും അല്ലാഹു ഫിസ്സമാ എന്നറിയാമെങ്കിൽ എന്തായിരിക്കും ഈ വിശ്വാസം എത്രമാത്രം മുസ്ലിമീങ്ങൾക്കിടയിൽ ഉറപ്പിക്കപ്പെട്ട, അവരിലെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയുന്ന വിശ്വാസമായതുകൊണ്ടല്ലേ ഒരു അടിമ സ്ത്രീ പറയുന്നത്. അതാണ് മുസ്ലിമീങ്ങളുടെ വിശ്വാസം. അല്ലാഹു ഫിസ്സമാ, അവൻ 7 ആകാശങ്ങൾക്ക് മേലെയാണ്, മുകളിലാണ്, സകല സൃഷ്ടികൾക്കും മേലെ. അൽ ഉലൂഉൽ മുത്ലഖ് എന്ന് പറയും, അതിനു മേലെ യാതൊന്നുമില്ല, സകല സൃഷ്ടികൾക്കും മേലെ. അങ്ങനെയുള്ളവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. ഇത് ഇസ്ലാമിൻ്റെ വിശ്വാസമാണ്. ഇത് വിശ്വസിച്ചാലേ ഒരാളുടെ ഇസ്ലാം ശരിയാവുള്ളൂ. കാരണം അത്രയും തെളിവുകൾ വന്നിട്ടുണ്ട്. ഈ ഉമ്മത്തിലെ മുൻഗാമികൾക്ക് അതിൽ തർക്കമില്ല. ഈ ഉമ്മത്തിലെ മുൻഗാമികൾ ഇത് നിഷേധിച്ചവർ ഇസ്ലാമിൽ പുറത്തായിട്ടാണ് എണ്ണിയിരുന്നത്. പക്ഷേ ഈ ആളുകളോ, ഈ വിശ്വാസം പഠിക്കുന്നവർ ഇതുപോലത്തെ നിന്ദ്യമായ വാക്കുകൾ കൊണ്ട് പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. നഊദു ബില്ലാഹ്. അല്ലാഹിർ എന്ന് പറഞ്ഞാൽ ഇതാണ് അർത്ഥം, മുകളിലുള്ളവൻ. അതുപോലെ അൽ ബാത്തിൻ, അടുത്ത പേര് അൽ ബാത്തിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചിട്ടുണ്ട്. ഫലൈസ ദൂനക ശൈ, അള്ളാഹുവെ നിന്നെക്കാൾ അടുത്ത് മറ്റാരുമില്ല. അള്ളാഹു ഏറ്റവും അടുത്തുള്ളവനാണ്. എങ്ങനെ? അവൻ്റെ അറിവ് കൊണ്ട്, അവൻ്റെ ഇഹാത്തത്ത് കൊണ്ട്. അവൻ സകല സൃഷ്ടികളെയും വലയം ചെയ്തുകൊണ്ട് അവൻ സൃഷ്ടികളോടൊപ്പമുണ്ട്. അതിനർത്ഥം എന്തല്ല? അള്ളാഹു സൃഷ്ടികൾക്കിടയിൽ അവതരിച്ചു എന്നോ സൃഷ്ടികളുടെ കൂടെ കൂടിക്കലർന്നു എന്നോ അല്ല, ഒരിക്കലുമല്ല. അള്ളാഹു മുകളിലുള്ളവനാണ്. അതേസമയം അവൻ്റെ ഇഹാത്തത്ത് കൊണ്ട്, അവൻ്റെ അറിവ് കൊണ്ട് അവൻ സൃഷ്ടികളോടൊപ്പമുണ്ട്. സഹാബത്ത് അത് വിശദീകരിച്ചിട്ടുണ്ട്. ആകാശങ്ങളും ഭൂമിയും എല്ലാം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരാളുടെ കൈവെള്ളയിൽ ഏതാനും തരിമണികൾ വെച്ചതുപോലെ മാത്രമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം 7 ആകാശങ്ങളും ഭൂമിയുമെല്ലാം ഈ ഇഹാത്തത്ത്, അറിവ് കൊണ്ട് അവൻ വലയം ചെയ്തിരിക്കുന്നു സൃഷ്ടികളെ. ഏത് ഉള്ളിൻ്റെ ഉള്ളിലുള്ളതും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ കാണുന്നു, അറിയുന്നു. അവൻ അതൊന്നും അകലെയോ ദൂരെയോ അല്ല, കാണാതിരിക്കുകയോ കേൾക്കാതിരിക്കുകയോ ഇല്ല, അറിയാതിരിക്കുകയില്ല. ഏത് ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളത് അള്ളാഹു അറിയുന്നു. ഭൂമിയുടെ അടിത്തട്ടിൽ, ഒരു പാറയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ, അതിൻ്റെയും അടിയിൽ അള്ളാഹു അറിയും. അവൻ അറിയാത്തത് യാതൊന്നും. അതാണ് ബാത്തിൻ എന്ന അള്ളാഹുവിൻ്റെ പേര് സൂചിപ്പിക്കുന്നത്. അതല്ലാതെ ഹുലൂലിയ എന്ന മറ്റൊരു കുഫറിൻ്റെ കക്ഷി പറഞ്ഞതുപോലെയല്ല. ആരാണ് ഹുലൂലിയ? അവർ അള്ളാഹു സൃഷ്ടികൾക്കിടയിൽ അവതരിച്ചു, സൃഷ്ടാവും ലയിച്ചു ചേർന്നു എന്ന് പറയുന്ന വാദക്കാരാണ്. മറ്റുള്ള മതക്കാരിലെ
അദ്വൈത സിദ്ധാന്തം പോലെയുള്ള വിശ്വാസം വെച്ച് വളർത്തുന്ന ആളുകളാണവർ. തൂണിലും തുരുമ്പിലൊക്കെ റബ്ബുണ്ട് എന്ന വിശ്വാസം മുശ്രിക്കുകൾക്കിടയിലുണ്ടല്ലോ. ആ വിശ്വാസം വെച്ച് വളർത്തുന്ന വഹ്ദത്തുൽ വുജൂദിൻ്റെ ആളുകൾ, ചില സൂഫികൾ ഈ വാദക്കാരാണ്. സൂഫികളിലെ ഒരു വിഭാഗം വഹ്ദത്തുൽ വുജൂദ് വാദക്കാരാണ്. അക്ബരിയ തരീഖത്ത് എന്ന് പറയുന്നൊരു തരീഖത്തുണ്ട്. കേരളത്തിലുണ്ട് ഈ തരീഖത്ത്. ഇത് ആരുടെ തരീഖത്താണ്? ഷെയ്ഖുൽ അക്ബർ എന്നവർ വിളിക്കുന്ന ഇബ്നു അറബി എന്ന് പേരുള്ള ഒരാളുടെ തരീഖത്താണ്. അയാൾ പഴയകാലത്തെ സ്പെയിനിൽ ഉന്ദുലുസിൽ ജീവിച്ച ഒരു അങ്ങേയറ്റം പിഴച്ച ആളാണ്. അയാൾ കാഫറാണ് എന്ന് മുസ്ലിം പണ്ഡിതന്മാർ ഫത്വ കൊടുക്കുകയും ആ ഫത്വകൾ ക്രോഡീകരിച്ച് കിതാബ് വരെ എഴുതിയിട്ടുണ്ട്. തംബീഹുൽ ഗബി ഫി തക്ഫീർ ഇബ്നു അറബി കാഫറാണ് എന്നത് അറിയാത്തവർക്ക് അറിയിച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് പണ്ഡിതന്മാരുടെ അയാളെ തക്ഫീർ നടത്തിയ കൗലുകൾ ക്രോഡീകരിച്ചിട്ട് കിതാബ് ഇറങ്ങിയിട്ടുണ്ട്. തംബീഹുൽ ഗബി ഫി തക്ഫീർ ഇബ്നു അറബി എന്ന കിതാബ്. ഇപ്പോൾ ഇബ്നു അറബി ഇതുപോലത്തെ വാദക്കാരനാണ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും റബ്ബുണ്ട്. അതുപോലെ അയാളുടെ അതേ വാദമുള്ള ആളായിരുന്നു ഹല്ലാജിൻ്റെ വാദം എന്താ? എല്ലാത്തിനും റബ്ബുണ്ട്. എന്താ അവരുടെ ദിക്ർ? സുബ്ഹാനി, സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നതിന് പകരം സുബ്ഹാനി, ഞാൻ എത്ര പരിശുദ്ധൻ. കാരണം അയാളും റബ്ബും ഒന്ന് തന്നെയാണ്. മാ ഫിൽ ജുബ്ബത്തി ഇല്ലല്ലാഹ്, ജുബ്ബ ധരിച്ചിട്ട് പറയണം എന്ത്? ജുബ്ബക്കുള്ളിൽ ആരാ ഉള്ളത്? അള്ളാഹു. വമൽ കൽബു വൽ ഖിൻസീറു ഇല്ലാ ഇലാഹുന, നഊദു ബില്ലാഹ്, ഇവർ പറഞ്ഞ വാക്കാണ്. വമൽ കൽബു വൽ ഖിൻസീറു ഇല്ലാ ഇലാഹുന, കെൽബും ഖിൻസീറൊക്കെ നമ്മളെ ഇലാഹാണ്, കാരണം അതിലൊക്കെ റബ്ബുണ്ട്. നഊദു ബില്ലാഹ്. ഈ ഹല്ലാജിനെ ഇസ്ലാമിക ഭരണകൂടം കുരിശിലേറ്റ് കൊല്ലുക ചെയ്ത്, അയാൾക്കുള്ള ശിക്ഷ നടപ്പിലാക്കുക ചെയ്ത്. എന്നിട്ട് മൊഹിദ്ദീൻ മാലക്കാരൻ എഴുതിയ എന്താ? മൊഹിദ്ദീൻ മാലയുള്ള എന്താ പറയുക? ഹല്ലാജെ കൊല്ലുന്ന അന്ന് ഞാനുണ്ടെങ്കിൽ അപ്പോഴേ ആ കൈ പിടിക്കും ഞാൻ എന്നോവർ. ഈ കൊടിയ കാഫറിനെ, മുർത്തദ്ദിനെ മുസ്ലിമീങ്ങൾ കൊല്ലുമ്പോൾ, ശിക്ഷ നടപ്പിലാക്കുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൈ പിടിച്ച് തടയുമായിരുന്നു. മൊയ്തീൻ ഷെയ്ഖ് പറഞ്ഞതായി. മൊയ്തീൻ ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കോഴിക്കോട്ടെ ഖാദി മുഹമ്മദ് എന്ന് പറഞ്ഞ ആൾ തട്ടിവിട്ടതാണ്, അയാൾ എഴുതിയതാണ് എന്നാണല്ലോ പറയുന്നത് മൊഹിദ്ദീൻ മാല. അതിലുള്ള എന്താ? ഈ ഹല്ലാജിനെ കൊല്ലുന്ന ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ ആ കൈ പിടിക്കായിരുന്നു. യാ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ ഏത് ദുനിയാവിൽ ഏത് കുഫറുണ്ടോ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുണ്ട് എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. ലഹൗല വല. എന്നിട്ട് ഈ മൊഹിദ്ദീൻ മാല അംഗീകരിക്കാഞ്ഞാൽ അയാൾ പുത്തൻവാദിയും ഇമാമത്തിനും പിന്നെ ഖതീബ് സ്ഥാനത്തിനും ഒക്കെ കൊള്ളാത്ത ആളാണ് എന്നാണ് സമസ്ത മുമ്പ് പ്രമേയം പാസ്സാക്കിയിട്ടുള്ളത്. ഇതൊന്നും സാധുക്കളായ ജനങ്ങൾക്കറിയില്ല. അവരെ ഇതൊക്കെ മൂടി വെച്ച് വഞ്ചിക്കാൻ ശ്രമിക്കുന്നു ആളുകൾ, കൊണ്ടുപോകുക ഈ വഴിക്കാണ്. മനസ്സിലായില്ലെങ്കിൽ ഈ കാണുന്ന ഈ റഹ്മത്തുള്ള ഖാസിം ഇവർക്കൊക്കെയുള്ള സലഫികളോടുള്ള വിരോധം എന്താ? കാരണം ഈ ജാതി ഫിറാവിൻ്റെ വിശ്വാസം കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് മുസ്ലിമീങ്ങളോട്, തൗഹീദ് പറയുന്ന ആളുകളോട് വിരോധം സ്വാഭാവികമാണ്. ഇബ്നു അറബിയുടെയൊക്കെ വിശ്വാസം എന്താ? ഫിറാവും മുഅ്മിനാണെന്നാണ്. ഫിറാവും മുഅ്മിനാണ്. എന്താ കാരണം? കാരണം ഫിറാവും പറഞ്ഞു ഞാൻ ഇലാഹാണ്, ഹക്കാണുള്ള ഇവരെ വാദപ്രകാരം ആണ്. റബ്ബുക്കുമുല അല, ശരിയായ ഹഖീഖത്ത്, ഈമാൻ്റെ ഹഖീഖത്ത് കണ്ടെത്തിയ ആളാണ് ഫിറാവും എന്നാണ് അവരുടെ വാദം. സുബ്ഹാനല്ലാഹ്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി, വിവരമുള്ളവർ പറഞ്ഞത് കേൾക്കങ്ങൾ, ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞത് കാണാം. ഏതെങ്കിലും ഒരുത്തൻ ഫിറഔനിൻ്റെ കുഫറിൽ സംശയിച്ചാൽ ഇസ്ലാമിൽ പുറത്താണ്, കാഫറാണ്. ഫിറഔൻ മുസ്ലിമാണെന്നോ മറ്റോ ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ അവൻ കാഫറാണ്. കാരണം അള്ളാഹു ഖുർആൻ ഇതുപോലൊരു വേറൊരു കാഫറിനെ പറഞ്ഞിട്ടില്ല. ഖുർആനിൽ അള്ളാഹു ഇതുപോലൊരു കാഫിറിനെ വേറെ പറഞ്ഞിട്ടില്ല. എന്നിട്ട് അവനെ തന്നെ പിടിച്ചൊരാൾ മുസ്ലിമാണെന്ന് പറയണമെങ്കിലോ അവൻ്റെ ഉള്ളിൽ എത്ര കേട് വന്നതായിരിക്കും, എത്ര വലിയ നിഷേധമായിരിക്കും അവൻ്റെ ഉള്ളിലുള്ളത്. ഇതുപോലുള്ള പിഴച്ച വാദങ്ങൾ സൂഫിസം ആളുകളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സൂഫികളൊക്കെ ആധുനിക രൂപത്തിൽ നിന്ന് പ്രചരിക്കാൻ കുട്ടികൾക്കിടയിൽ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ സൂഫിസത്തിലേക്ക് ആളുകൾ കൊണ്ടുവന്നു. അതിൻ്റെ പ്രചാരകരായി പലരും വലിയ കോട്ടും സൂട്ടൊക്കെ ഇട്ട് വന്നിട്ട് പുതിയ കോലത്തിലാണ് സൂഫിസം. പഴയ പോലെ അല്ല, പഴയ പോലെ പച്ചത്തലക്കെട്ടും കഞ്ചാവും അങ്ങനെ കുളിക്കാത്ത കോലല്ല പുതിയ സൂഫിസം. മറിച്ച് പുതിയ സൂഫിസം അത് ആധുനിക രൂപത്തിലാണ്. കാരണം കുട്ടികളെ ആകർഷിക്കാൻ അത് വേണം. ശ്രദ്ധിക്കുക, സൂഫിസം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇതിലേക്കാണ് ആളുകൾ കൊണ്ടുവന്നത്. മനസ്സിലായില്ലേ? ഇതുപോലുള്ള പല പിഴച്ച വാദങ്ങളുമുള്ള കക്കാട് ഫൈസി സമസ്ത പിഴച്ചതാണെന്ന് പറഞ്ഞ് പുറത്താക്കിയതാണ്. അപ്പോൾ ഏത് ജാതി പിഴച്ചായിരിക്കും നിങ്ങൾ ചിന്തിച്ച് നോക്കി. സമസ്തയോ പിഴച്ചത്, സമസ്ത പിഴച്ചത് എന്ന് പറഞ്ഞ് പുറത്താക്കണമെങ്കിൽ എത്ര പിഴച്ച തരീക്കത്തായിരിക്കും അത്. ഇപ്പം നിന്ന് സോഷ്യൽ മീഡിയയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് കണ്ടെത്തിയ ആത്മീയതയുടെ പാത അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ആളുകളുടെ നമ്മുടെ നാട്ടിൽ അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്.
അള്ളാഹുവിനെ കുറിച്ച്, റബ്ബിനെ കുറിച്ചുള്ള യഥാർത്ഥ വിശ്വാസം നമ്മൾ ശരിക്കും പഠിക്കണം. അള്ളാഹു ബാത്തനാണെന്ന് പറഞ്ഞാൽ അവൻ ഏറ്റവും അടുത്തുള്ളവനാണെന്ന് പറഞ്ഞാൽ അവൻ സൃഷ്ടികൾക്കിടയിൽ അവതരിച്ചു എന്നല്ല. സൃഷ്ടിയും സൃഷ്ടാവും വേറെ. സലഫുകൾ, നമ്മുടെ മുൻഗാമികൾ പറഞ്ഞു റബ്ബിനെക്കുറിച്ച് ബാഇനും മിൻ ഖൽഖിഹ്, റബ്ബ് പടപ്പുകളിൽ നിന്ന് വേറിട്ടുള്ളവനാണ്, പടപ്പുകളിൽ കൂടിക്കലർന്നവനല്ല. എത്ര സലഫുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സലഫുകളുടെ വിശ്വാസം ഇതാണ്, സൃഷ്ടിയും സൃഷ്ടാവും വേറെ, എന്നാൽ അവൻ അറിവുകൊണ്ട് ഹാത്തത്തുകൊണ്ട് നമ്മോട് അടുത്തുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് വരുന്ന ദർസിൽ വിശദീകരിക്കാം. അല്ലാഹു തആല അലം. സല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.